ഈ പകൽക്ക് ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ പകൽക്കാലം നിങ്ങളുടെ മധ്യമാറ്റമില്ലാത്ത ദൈവജനമായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസൻ പറഞ്ഞ പോലെ വളരെ മുഖപരിചിതമുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളുമായി ദൈവവചനം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇനി ദൈവം ബലപ്പെടുത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ദീനാന്റിയോടും അതുപോലെ തന്നെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ദേവദാസനോടും എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളോടുള്ള സ്നേഹത്തെയും നന്ദിയെ അറിയിക്കുകയാണ്. നാം ദൈവസനിലായിരിക്കുന്ന വൃതാവല്ല, കഴിഞ്ഞ ദിനരാത്രങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തന്നെ ഈ 5-ാമത്തെ പകൽക്കാലം വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തിയും സാന്നിധ്യവും വെളിപ്പെട്ട് വരേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠങ്ങളിലായിരിക്കാം. തൊണ്ടയ്ക്ക് അല്പമല്ലാത്ത ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അടിയനെ വഹിക്കണം. അടിയൻ പറഞ്ഞിരിക്കുന്ന പോലെ 8 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്, കുഞ്ഞ് ഉറക്കമാണ്. എങ്കിലും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വളരെ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഉപവസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത്, ഉപവസിക്കുന്ന ഒരു സഭയ്ക്കകത്ത് വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യുക. അല്ലെങ്കിൽ പ്രത്യക്ഷതയിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഉപവാസിക്കുന്നതിന്റെ മറുപടി കാണുന്നില്ല എങ്കിൽ പിന്നത്തേതിൽ അതിശ്രേഷ്ഠകരമായി ആ പ്രവൃത്തി നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യുക. ഒരിക്കലും ഉപവസിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ പരിഹസിച്ചേക്കാം, എന്തിനാ ഈ ദിവസവും മാസവും ആഴ്ചയും എല്ലാം ഇത് ഉപവസിക്കുന്നതെന്ന്. എന്നാൽ ഉപവസിക്കുന്ന ശ്രേഷ്ഠത അവർക്കറിയത്തില്ല. കേവലം ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല നാം ഉപവസിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ തക്കവണ്ണ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് വേറിട്ട ദൈവവുമായൊരു ബന്ധത്തിൽ ആയിത്തീരുന്നതിന് വേണ്ടിയാണ് ഉപവസിക്കുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ ശക്തി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ നമ്മൾ ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ ആത്മീയ തലത്തിൽ മടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപവാസം എന്ന് പറയുന്നത്. അല്ലാതെ എന്റെ കാര്യം സാധിപ്പിച്ച് നൽകുന്നതിന് വേണ്ടി ആക്കി തീർക്കണം ഒരു ഉപവാസം എന്ന് ആരും ചിന്തിക്കരുത്. ജീവിതത്തിന്റെ മുമ്പിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ആരാധിച്ചതുപോലെ ആരാധിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, എവിടെയൊക്കെയോ നാമും ദൈവവുമായി അകന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്ന് ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഓടുന്ന വണ്ടിക്ക് ടയറിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുവഴി കാറ്റ് പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുക. എന്നാൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാഹനം നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകും എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അടുത്ത് കാണുന്ന ഒരു കടയിൽ കയറിയതിനു ശേഷം തന്റെ വീലുകൾ ചെക്ക് ചെയ്യുവാൻ തുടങ്ങുക. എവിടെയാണോ പോയത് അതിനെ ഒന്ന് പഞ്ചർ ഒട്ടിച്ച് വീണ്ടും യാത്ര സുഗമമാക്കി തീർക്കുന്നതിന് വേണ്ടി ആ ടയറിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ വിള്ളലുകൾ സംഭവിച്ചോ, എവിടെയൊക്കെയോ വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാ. ചിലയിടത്ത് വണ്ടി മൂവ് ആവുന്നെങ്കിലും വേണ്ടുവണ്ണ സ്പീഡിൽ പോകുന്നില്ല. അതിനൊക്കെ കാരണം എന്തെന്ന് കണ്ടുപിടിച്ച് ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ക്രമീകരിച്ച മുമ്പോട്ട് പോകാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഉപവാസത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ വസ്തുവിന്റെ മേൽ ദൈവ പ്രവർത്തിക്കണം, എന്റെ സാമ്പത്തിക വിഷയം, എന്റെ ജോലി വിഷയം, ഭൗതിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ലിസ്റ്റും എഴുതി ദൈവസന്നിധിയിൽ ഇരിക്കുവാനല്ല ഉപവാസം എന്ന് പറയുന്നത്. നാം ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ക്രമീകരിക്കപ്പെട്ട ദൈവത്താൽ ഉണർത്തപ്പെട്ട ഒരു ശക്തി പ്രാപിക്കുന്നുവെങ്കിൽ ആ ഉപവാസം വിജയമാ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസം അതായി തീരട്ടെ. എവിടെയൊക്കെയോ ക്ഷീണിച്ചിരിക്കുന്നിടത്ത്, എവിടെയൊക്കെയോ ബലമില്ലാതിരിക്കുന്നിടത്ത്, എവിടെയൊക്കെയോ നമ്മുടെ ജീവിതം നമ്മെ കൊണ്ട് നിയന്ത്രിച്ചിട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത ഇടത്ത് സ്വർഗം ഏറ്റെടുക്കുന്ന നമ്മുടെ വിഷയങ്ങള്, നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഭാരമേറിയ മുഖം പോലെയുള്ള അവസ്ഥകളെ മുമ്പോട്ട് പോകുവാൻ വേണ്ടി ദൈവ കൃപ നൽകുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി ഈ 5-ാമത്തെ പകൽക്കാലം തീരട്ടെ. എവിടെയൊക്കെ പുതിയ കൃപ പ്രാപിച്ചേ മതിയാവോ, പ്രാപിച്ച കൃപയും കൊണ്ട് ഇരിക്കരുതേ. പുതിയ കൃപ നമുക്ക് ആവശ്യമാണ്. ആ കൃപ ഈ 5-ാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥയിലായിരിക്കാം. എന്റെ പകൽക്കാലം അല്പ ചിന്തയ്ക്കായി വേദപുസ്തകത്തിൽ നിന്ന് ഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം.
ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവനെ യോഹന്നാൻ എന്ന് പേരിടണം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. നല്ലവനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ കർത്താവെ പകൽക്കാലത്തിൽ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവെ, വചനം അങ്ങയുടേതാണ്, ജനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ് കർത്താവ്. കർത്താവെ, ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണ അടിയനെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അല്ലെങ്കിൽ വചനത്തിന്റെ വാതിലുകൾ വെളിപ്പെടുത്തി തരുമാറാകണമേ. അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ വിവേചിക്കേണ്ട ദൈവകൃപ പകരുമാറാകണമേ. നിരവധി അനവധിയായ ആവശ്യങ്ങളുടെ മധ്യ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തളങ്ങളിലുണ്ട് കർത്താവ്. അവരുടെ വിഷയത്തിന് നടുവില് ഒരു വലിയ ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്ന പകൽക്കാലമാക്കി തീർക്കണമേ. ഉപവസിക്കുന്ന ജനത്തിന്റെ ഹല്ലേലൂയ വലിയൊരു വിടുതലിന്റെ കർത്താവെ കരം ഞങ്ങൾ അനുഭവിച്ചറിയുക, അത് ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഹല്ലേലൂയ തീ കത്തി കർത്താവെ പടരുന്നത് പോലെ ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായി വായിക്കുവാൻ തക്കണം ഇടയായിത്തീർന്ന ലൂക്കോസിന്റെ സുവിശേഷം നമുക്കറിയാം. വൈദ്യനായ ലൂക്കോസ് എഴുതിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പ്രാരംഭ ഭാഗങ്ങളിൽ യേശുവിന്റെയും സ്നാപക യോഹന്നാന്റെയും ജനനവും ബാല്യകാലത്തെ കുറിച്ച് കാണുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ നാം നോക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ, യേശുവിന്റെ സ്നാനം, പരീക്ഷകളുടെ അനുഭവം, ഗലീലയിലെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ, ഗലീലിൽ നിന്ന് യെരൂശലേം വരെയുള്ള ഹല്ലേലൂയ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, പ്രത്യക്ഷതയും സ്വർഗാരോഹണത്തോടുകൂടെ അവസാനിക്കുന്ന ഒരു സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. കേവലം 24 അധ്യായങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ടും ഇസ്രായേലിന്റെ വാഗ്ദത്തത്തിന്റെ രക്ഷയ്ക്കായിട്ടും ലൂക്കോസിന്റെ സുവിശേഷം യേശുവിന്റെ ചരിത്രം കുറിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ പ്രാരംഭ ഭാഗങ്ങളാണ് നാം വായിക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. അവിടുത്തെ ഹല്ലേലൂയ കഥാപാത്രം എന്ന് പറയുന്നത് സെഖരിയാവാണ്. സെഖരിയാവിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ കുറവുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്ന ഒരു അനുഭവം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് നാം പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പുറമെ എല്ലാ കാര്യങ്ങളും ദൈവികപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അകത്തളങ്ങൾ ചില കുറവുകള് പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്ന ഹല്ലേലൂയ സന്ദേശം ഇതാണ്. ഹല്ലേലൂയ ജീവിതത്തിന്റെ അകത്തളങ്ങൾ നീ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നികത്തുവാൻ കഴിയാത്ത ചില കുറവുകളെ സ്വർഗത്തിലെ ദൈവ കാര്യം സാധിപ്പിച്ച് നൽകാൻ പോകുകയാ. ഈ രാത്രികാലം, ഈ പകൽക്കാല വിശ്വാസത്തോടെ ആയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ച് നൽകാൻ പോകുകയാ. ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ നിരാശയോട്, വേദനയോട്, ഭാരത്തോടെ ആയിരിക്കുന്ന കുറവ് ഹല്ലേലൂയ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് പുറമേ പറയാതെ എല്ലാ കാര്യങ്ങളും മുൻതളങ്ങളിൽ നിന്ന് ചെയ്തുകൊണ്ട് എന്നാൽ അകത്തളങ്ങൾ ശൂന്യമായ ചില അനുഭവങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുകയാണ്. നിന്റെ കുറവിനെ പരിഹരിക്കുക സ്വർഗത്തിലെ ദൈവ ഇന്ന് പകൽക്കാലം നിന്റെ കൂടാര വാതിക്കൽ ഇറങ്ങാൻ പോകുകയാ. നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ സഹോദര ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ എത്ര പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്ത ചില വിഷയങ്ങളെ നോക്കി ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നോക്കി പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. സെഖരിയാവ് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന് അകത്തളങ്ങളിൽ പ്രവേശിച്ചു. എന്നാൽ അവന്റെ ജീവിതത്തിൽ വലിയൊരു കുറവുമായിട്ട് അകത്തളങ്ങളിൽ പ്രവേശിച്ചത് അതിനകത്ത് പുറത്തിറങ്ങിയപ്പോ ഒരു മറുപടിയുടെ സ്വരം കേൾക്കുവാൻ തക്കോണം ഇടയായി തീർന്ന എന്ന പകൽക്കാല ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോ, ഈ ദിവസങ്ങളിലെ ദൈവിക പാദപീഠങ്ങളിലായിരിക്കുമ്പോ ഹല്ലേലൂയ നമ്മുടെ കുറവിനെ ഹല്ലേലൂയ ദൈവാത്മാവ് തൊട്ടുണർത്തി ആ വിഷയത്തിന്റെ അകത്തളങ്ങൾ, ഇത് ഏത് വിഷയമായാലും എത്ര ഭാരമേറിയ വിഷയമായാലും അതിന്റെ അകത്തളങ്ങളിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ തന്നെ ഇല്ല, നിമിഷങ്ങൾ കഴിയുമ്പോൾ, മിനിറ്റുകൾ കഴിയുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു വലിയൊരു ദൈവ പ്രവൃത്തി എന്റെ ഭവനത്തിനകത്തളങ്ങൾ വെളിപ്പെടുമെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങൾ ചെയ്ത മാന്യതകളും ശ്രേഷ്ഠതകളും നിന്ദിക്കുന്നവരുടെ നടുവില് മാനിച്ചുയർത്തുന്ന ദൈവകരം ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. ജീവൻ
ജീവിതത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോകുകയാണോ? ഭാരപ്പെട്ടു പോകുകയാണോ? ആരുമില്ല എന്ന് തോന്നുകയാണോ? ഇല്ല, ദൈവം എല്ലാം കാണുന്നുണ്ട്. അല്ലെങ്കിൽ മനുഷ്യ പുറമേയുള്ളോ നോക്കുമ്പോ ഹൃദയത്തിന്റെ വേദനകളോ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ശൂന്യതകളുടെ നടുവില് കാണുന്ന ഒരു കണ്ണുണ്ട്. ആ കണ്ണിന് ഒന്നും മറവല്ല, ആ കണ്ണിനൊന്നും മറവല്ല. ഈ ദിവസങ്ങളില് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്റെ വിഷയത്തിന് എന്തായി തീരുമെന്ന് പരിഹാരമില്ലാതെ കിടക്കുന്ന വിഷയങ്ങളുടെ അകത്തളങ്ങളില് ദൈവമേ ഇനി ഒരു മറുപടി കാണുവാൻ കഴിയത്തില്ലയോ എന്ന് ഭാരത്തോടെ വേദനയോടെ ആയിരിക്കും ചിലതിനകത്ത് ഈ ദൈവിക സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ അവരോട് പറയുക, ഭാരപ്പെട്ടു പോകേണ്ട, മനം കലങ്ങി പോകേണ്ട, നിന്റെ വിഷയം സ്വർഗം ഏറ്റെടുത്തു കഴിഞ്ഞു, നിന്റെ വിഷയം സ്വർഗം ഏറ്റെടുത്തു കഴിഞ്ഞു. അധുന റബനഘടക ശബ്ദരാജകൽക്കല വൈഡവ അധുരഘടകം പ്രൗഢരെ ഋകൽക്കല. സ്വർഗം നിന്റെ വിഷയത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞു. സ്വർഗം പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുമെന്ന്. ഒരു മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് പോലെ പ്രവർത്തിച്ചാൽ കുറവുകൾ കാണുക, എന്നാൽ കുറവുകളെ നികത്തി അല്ലെങ്കിൽ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു നൽകുന്നത്. ഈ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസനിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് വന്നു. സക്കരിയാവിന്റെ ഒരു അനുഭവമാണ് നാം കാണുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ അപ്പൊ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരുവനാണ് സക്കരിയാവ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുന്നതിന് വേണ്ടിയിട്ട് അവന് ഒരു അവസരം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അല്ലെങ്കിൽ നമുക്കറിയാം അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെ പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ ജനസമൂഹം പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, സക്കരിയാവ് അകത്തേക്ക് പ്രവേശിക്കുക. അല്ലെങ്കിൽ സക്കരിയാവിന്റെ ജീവിതത്തിനകത്ത് അകത്തേക്ക് ധൂപം കാട്ടുവാൻ പ്രവേശിക്കുമ്പോൾ ഹല്ലേലൂയ നാളുകളായി നികത്തുവാൻ കഴിയാത്ത ഒരു ഹല്ലേലൂയ വിഷയവുമായിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. നമ്മളും അങ്ങനെയല്ലേ? പ്രാർത്ഥനാ മുറിക്കകത്ത് മറ്റുള്ളവരോട് പറയുവാനോ ഹല്ലേലൂയ നമുക്ക് കൊണ്ട് മുമ്പോട്ട് പോകുവാനോ കഴിയാത്ത വിഷയങ്ങളുമായി, ഭാരമേറിയ വിഷയങ്ങളുമായി ഹല്ലേലൂയ അകത്തേക്ക് പ്രവേശിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, നീ അകത്തേക്ക് പോകുന്നത് പോലെ അല്ല നീ ഇനി പുറത്തേക്ക് വരുന്നത്. നിന്റെ പ്രാർത്ഥന മുറിവിട്ട് നീ എഴുന്നേൽക്കുമ്പോ, നിന്റെ പ്രാർത്ഥന മുറിവിട്ട് ഹല്ലേലൂയ പുറത്തു വരുമ്പോ നിന്റെ വിഷയത്തിനകത്ത് ഒരു ദൈവ ശബ്ദം കേട്ട് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുക. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്ന നീ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നതിന് മുന്നേ, നീ പ്രാർത്ഥിക്കുവാൻ പ്രവേശിക്കുമ്പോൾ തന്നെ അതിനകത്ത് ധൈര്യപ്പെട്ട് അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് പുറത്തു വരുമ്പോ ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് ആർ വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരുക. ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനായാലും തന്റെ ജീവിതത്തിൽ നികത്തുവാൻ കഴിയാത്ത കുറവുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തളങ്ങളിൽ പുറമെ മനുഷ്യർ നമ്മെ നോക്കി വിധി എഴുതി ഒന്നിന് കുറവില്ല എന്നാൽ അകത്തളങ്ങളിൽ അനുഭവിക്കുന്ന ശൂന്യതകളും പ്രയാസങ്ങളും വേദനകള് കഷ്ടതകള് അല്ലെങ്കിൽ എങ്ങനെയാകുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കുമ്പോ ദൈവാത്മാവിന് ഒന്നേ പറയുവാനുള്ളൂ, നീ ദിവസങ്ങളിൽ ഭാരപ്പെടണ്ട, നീ പ്രാർത്ഥനയോടെ അകത്ത് പ്രവേശിക്ക. ചില ദൈവ പ്രവർത്തിക നിന്റെ ഭവനത്തിനകത്തളങ്ങളിൽ വെളിപ്പെടുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളാൻ പോകുകയാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടാൻ പോകുകയാ. അടക ലബന ഹദര ജാരകബന അധുരഘടകം ശബാരകൽക്കല അധുരഘടകം പ്രൗഢരകൽക്കന വൈഷമനകസ്യാരകൽക്കല. നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാ. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാ നമ്മളും ദൈവസനയിൽ നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവോ മിടുക്കോ ശ്രേഷ്ഠതയോ വിദ്യാഭ്യാസ മഹിമയോ ഒന്നുമല്ലേ നമ്മൾ നിൽക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലർ പല ഇടങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്നേ ഞാനും നിങ്ങളും നിന്ന് ഹല്ലേലൂയ കൃപയോടെ നിൽക്കുന്നത്, ഈ കൃപയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേ നമ്മളൊക്കെ തകർന്നു പോകേണ്ടതായിരുന്നു. അവിടെ നിന്ന് നമ്മെ ദൈവ ഹല്ലേലൂയ മുമ്പോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, അനേകരുടെ പ്രാർത്ഥന നമുക്ക് പിൻബലമായിട്ടുണ്ട്. ഇതിനകത്തളങ്ങളിൽ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നില്ലേ? ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി വിഷയങ്ങള് അല്ലെങ്കിൽ പുതിയ പുതിയ വിഷയങ്ങളാ നമ്മൾ
നമ്മൾ പ്രാർത്ഥിച്ച് മറുപടി കിട്ടുമ്പോൾ അടുത്ത ഹല്ലേലൂയ വ്യക്തികളുടെ വിഷയങ്ങൾ കയറി വരികയാ. അതിനൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് പറയുന്ന ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, പ്രാർത്ഥനയെ മടുത്തു പോകണ്ട. അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ടാ നമ്മളൊക്കെ ക്രിസ്തീയ ജീവിതത്തില് സുഗമമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ സക്രിയാവിനോട് പറയുന്നത് എന്താണ്? താഴോട്ടുള്ള ഭാഗങ്ങൾ നാം നോക്കുമ്പോ, അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനാകുവാൻ തക്കോണം ഇടയായി തീർന്നു. അകത്ത് പ്രവേശിച്ചപ്പോൾ സക്രിയാവ് ഏകനായിട്ട് കയറിയെങ്കിൽ ഇതാ ഹല്ലേലൂയ അവിടെ സക്രിയാവ് മാത്രമല്ല, ധൂപത്തിന്റെ വലതുഭാഗത്ത് ദൂതൻ ഇറങ്ങി നിൽക്കുകയാ. പ്രാർത്ഥന മുറിയിൽ കയറുമ്പോൾ നാം തനിച്ചായിരിക്കുക. ഹല്ലേലൂയ വേദപുസ്തകം എടുത്ത് നാം ഹല്ലേലൂയ മുട്ടുമടക്കുമ്പോൾ നാം തനിച്ചായിരിക്കുക. എന്നാൽ സ്വർഗത്തിലെ ദൈവ നമ്മെ ബലപ്പെടുത്തുന്നതിന്, നമ്മെ ശക്തീകരിക്കുന്നതിന്, മുമ്പോട്ട് ഹല്ലേലൂയ കുതിച്ച് ഓടേണ്ടതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി നിർത്തിയിരിക്കുകയാ. നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ഭൗമിക കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല, എന്നാൽ ഈ ദിവസങ്ങളിൽ ആത്മീയ കണ്ണൊന്ന് പ്രകാശിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ അരികിൽ നിൽക്കുന്ന ദൂതന്റെ സാന്നിധ്യം നാം കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുക. കാൽ കല്ലിനോട് തട്ടാതെ വണ്ണ ദൈവം തന്റെ ദൂതനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഭാരമേറിയ വിഷയങ്ങളോടെ കടന്നു പോകുന്നെങ്കിൽ ദൈവാത്മാവി പ്രാരംഭത്തിൽ പലരോടും ഹല്ലേലൂയ വ്യക്തിപരമായി ദൂത് കൈമാറിക്കൊണ്ടിരിക്കുകയാ. നീ ഒരിക്കലും ചഞ്ചലപ്പെട്ടു പോകണ്ട, നീ ഒരിക്കലും ഭാരപ്പെട്ടു പോകണ്ട. അസ്ഥി വന റബാരകൽക്കന വൈഡവന, നിനക്ക് വേണ്ടി സ്വർഗ നിന്റെ വലത്തു ഭാഗത്തിൽ നീ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ തന്നെ ദൂതനെ ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഒരിക്കലും ഹല്ലേലൂയ ഞാൻ തനിച്ചായി പോയല്ലോ എന്ന് ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ പറയുന്ന ഒറ്റ കാര്യം, ഈ പ്രാർത്ഥനയെ തനിച്ചല്ല, നിന്റെ മറുപടിയുടെ ഹല്ലേലൂയ കരവുമായി ദൂതൻ നിന്റെ സമീപേ തന്നെ ഉണ്ടല്ലേ. അല്ലെങ്കിൽ സക്രിയാവ് ഒറ്റയ്ക്കാ തനിച്ചാ കയറിയത്, എന്നാൽ സക്രിയാവ് അവിടെ തനിച്ചല്ല. സക്രിയാവിന്റെ അരികെ ഹല്ലേലൂയ ധൂപത്തിന്റെ വലതുഭാഗത്ത് ദൂതൻ ഇറങ്ങി നിൽക്കുക. എന്തിനാ ദൂതൻ ഇറങ്ങി നിൽക്കുന്നതെന്ന് അറിയാവോ? ഒരു കാര്യം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന ഒരു കാര്യം ഹല്ലേലൂയ സക്രിയ പുരോഹിതനോട് പറയുന്നതിന് വേണ്ടിയിട്ട് ദൂതനെ ഇറങ്ങി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഈ ദിവസങ്ങൾക്ക് അകത്തളം അല്ലെങ്കിൽ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് പറയുകയാ, നിന്റെ പ്രാർത്ഥന മറുപടിയുമായി ദൂതനെ ഞാൻ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറക്കുക. നീ ഇരിക്കുന്നിടത്ത് ഇറക്കുകയാ. റമ ഹത്തെ റബൽക്കല വൈഡവ ഹസ്തന റബൽക്കല വൈശവര ഘടകസ്യ അന്ത റബൽക്കല വൈഡവര ഘടകസ്യ. ശൈല ജോഷി പ്രിയദാസിയെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. അടക റമന ഹദരഘടകമ അൽക്കം വൈഡവന ഘടകസ്യ മന്ദര വൈഡ പ്രൗഢവ. പ്രാർത്ഥനയ്ക്ക് നീ തനിച്ചായിരിക്കുന്നത്, എന്നാൽ ദൈവാത്മാവ് പറയുക, ദാസിയെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി അല്ലെങ്കിൽ ചിലത് കൈമാറുക, നിന്നോട് സംസാരിക്കുവാൻ ദൈവം ചില ദൂതനെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുക. റാമാഹദ്ദരക്കന റമനഘടക ശമനഘടകസ്യ. പലപ്പോഴും വിചാരിക്കാറ്, ദൈവമേ ഒന്ന് കരത്തോട് കരം കോർത്ത് പ്രാർത്ഥിക്കുക. അന്തരഘടകം പ്രൗഢേ രകൽക്കല വൈഡവ, എന്നെ കരം പിടിക്കുവാൻ എനിക്ക് ആരും അല്ലെങ്കിൽ അരികിലില്ലല്ലോ എന്ന ദാസിയെ നീ ഭാരപ്പെട്ടു പോകണ്ട. അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് നീ തനിച്ചാണെങ്കിൽ നിന്റെ ഹല്ലേലൂയ മറുപടിയുടെ കരവുമായി ദൂതൻ ഇറങ്ങി നിൽക്കുകയാ. അടക റമനഘടകസ്യ. ഭയപ്പെടേണ്ട. അടക റകൽക്കല വൈഡവ. ഈ കാണുന്ന പ്രയാസങ്ങൾ നിന്ദകളൊന്നും നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല, നിന്നെ വളർത്തുവാൻ വേണ്ടിയുള്ളതാ. ഈ ദിവസങ്ങൾ വല്ലാതെ മനം ഹല്ലേലൂയ കലങ്ങി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടക റകൽ മകളെ, നീ പാടുന്നുണ്ട്, ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലൂടെ ദൈവം നിന്നെ നടത്തുന്നുണ്ട്. എവിടെയൊക്കെയോ ചില ശൂന്യതകളെ ദൈവാത്മാവ് കാണുന്നു. അസ്ഥി റബലഘടക ശബ്ദന റകൽക്കല അധുരഘടകസ്യ. ഹൃദയത്തിനകത്ത് ഏറ്റ ചില മുറിവ് അടക റകൽക്കല വൈശ റകൽക്കല ദൈവാത്മാവ് ഇന്ന് അല്ലെങ്കിൽ പകൽക്കാല മുറിവിനെ കെട്ടുകയാ. അന്ത കനാരകമന ഹത്തി കപാലകൽക്കല. നാളുകളായി ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഏറ്റ ചില മുറിവുകൾ അസ്ഥി പ്രൗഢേ റവന ഹദര ജഗല അടക മനക ശമന റകന അടക മനക ലകനെ റകമ അദ്ദൽ കനമൈഡവനകസ്യ. പരിശുദ്ധാത്മാവ് വ്യക്തമായി തന്നെ ദാസിയെ ഒരമ്മയെ ആശ്വസിപ്പിക്കും പോലെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുക. ജൂഡാവാവ റാഖമാനകസ്യ റകൽക്കല വൈഡവ അധുരഘടകസ്യ റമാറകൽക്കല വൈഡം പ്രൗഢവ. എനിക്കൊന്ന് ഓടിച്ചെന്ന് എന്നെ കരഞ്ഞൊന്നെന്റെ വിഷയം പറയുക. ചൂടാവാറക പലരുമുണ്ട്.
അടകമനക ശദ്ന അറകൽക്കല വൈഡമനകസ്യ അന്തൽക്കന വൈഡം പ്രൗഢ. മകളെ, നിന്നെ ഇപ്പൊ എല്ലാരും കാണുന്നത് ഒരു ഹല്ലേലൂയ പുഷ്പം, ഹല്ലേലൂയ വിടർന്ന, ഹല്ലേലൂയ നിൽക്കുന്ന ഒരു അനുഭവം പോലെ. മറ്റുള്ളവർക്ക് സൗരഭ്യ വാസനയാ. അടക അറകൽക്കല വൈഡമനകഷ, മറ്റുള്ളവർക്ക് ആശ്വാസമാ, കാണുന്നവർക്ക് ഒരു ആനന്ദമാ. പക്ഷേ നിന്റെ ജീവിതത്തിനകത്ത് മുള്ളുകൾക്കിടയിലുള്ള ഒരു വാസമാ. അടക അറബൽക്കല വൈഷമന ഘടകസ്യ. പക്ഷേ ആരോടൊന്നും പറയാറില്ല. കഴിഞ്ഞ ദിനരാത്രങ്ങളില് അല്ലെങ്കിൽ ഉറങ്ങുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ട അനുഭവങ്ങളാ. അടകമന ഘടകസ്യ. ഈ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല, മനസ്സിന് വല്ലാത്തൊരു ഭാര. അടക അറകൽക്കല വൈഷ അതുരാജകം പ്രൗഢ വനകസ്യ. ഒന്ന് കരഞ്ഞു തീർത്തെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എങ്കിലും ഹല്ലേലൂയ, ആരോട് നിന്റെ വേദന പറയാതെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ മാത്രം ഒതുക്കി പ്രാർത്ഥനയോടെ കഴിഞ്ഞു പോകുമ്പോ ദൈവാത്മാവി പ്രാരംഭത്തിൽ ദാസിയെ നിന്നോട് ആലോചന കൈമാറുകയാ. നിനക്കുള്ള പ്രാർത്ഥനയുടെ മറുപടിയായി ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളില് ഭാരപ്പെട്ടു പോകണ്ട കേട്ടോ, മനം കലങ്ങി പോകണ്ട. അടക അറകൽക്കല വൈഷമന അത്തേ രകം പ്രൗഢര ഘടകസ്യ ലംബോ ലഗമന ഘടക റമാറകൽക്കല. നീ അനേർക്കൊരു സൗരഭ്യ വാസനയായ അടക അറകൽക്കല. ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുവാനല്ല, പരിശുദ്ധാത്മാവ് വിവിധ ഇടങ്ങളില് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മാനിച്ചുയർത്തുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. അടക, എനിക്ക് എന്ത് യോഗ്യതയപ്പാ ഈ പറയുക, അല്ലെങ്കിൽ എന്നെക്കാൾ പ്രഗത്ഭരായവരുണ്ടല്ലോ, പിന്നെ ഇതെങ്ങനെ എന്നെ ദൈവം സെലക്ട് ചെയ്തു എന്ന് പലപ്പോഴും ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട്. പരിശുദ്ധാത്മാവ് പറയുകയാ, അസ്ഥി പ്രൗഢപരഘടക ശബ്ദനം മറ്റുള്ളവർ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാ എനിക്ക് നിന്നോട് അല്ലെങ്കിൽ വാത്സല്യമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് മകളെ. അടകാലകൽക്കന വൈഷമന ഘടകസ്യ. ആകയാൽ ദിവസങ്ങളില് നിന്നെ മാനസികമായി ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് നീ പാവിട്ട് എഴുന്നേൽക്കുമ്പോ അടകാലകൽക്കന വൈഡമന ഘടക പ്രൗഢേ റകൽക്കന റവാലകക്ഷമന അടകാലവൽക്കന വൈഡം പ്രൗഢേ റക പ്രൗഢര ഘടകസ്യ. ഒരു മറുപടിയുമായി തന്നെ നീ എഴുന്നേൽക്കണ. സക്കരിയാവ് പുറത്തു വന്നപ്പോൾ ഹല്ലേലൂയ അവനെ വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത നിലവാരത്തിലായിരുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ ജീവിതത്തിനകത്തളങ്ങളില് ദൂതൻ കൈമാറുന്ന ചില വാക്കുകൾ വിശ്വസിക്കുവാൻ പോലും കഴിയത്തില്ല. എന്നാൽ അത് ഏറ്റെടുത്ത് വിശ്വസിക്കണം. അടക അറകൽക്കല നിന്റെ ജീവയ്ക്ക് തിന്മയ്ക്കല്ല നന്മയ്ക്കാക്കി തീർക്കുമെന്ന് ആത്മാവുൽ ആലോചന കൈമാറുക. ഈ ദിവസങ്ങൾ ഉറങ്ങുവാൻ കഴിയാതെ വേണ്ട ഹൃദയത്തെ കീറിമുറിക്കുന്ന വേദനയിൽ അകപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു വരുക. ആത്മാവ് ആലോചന കൈമാറുന്ന പുറത്തുവ. ലേശമന അറകൽക്കന രഹസ്യ. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ വേണ്ടുവണ്ണം ചെയ്യുവാൻ കഴിയുന്നില്ല. ദാവീദിന്റെ കിന്നര വായനയിൽ ശൗലിന്റെ ദുരാത്മാവ് വിട്ടുമാറുന്നത് പോലെ മകളെ നിനക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയാ ചിലതിന്റെ അടിസ്ഥാനം ദൈവാത്മാവ് ഇളക്കാൻ പോകയാ. വെറുതെ അല്ല നിന്റെ ഹല്ലേലൂയ നാവിൽ നിന്ന് പുറത്തു വരുന്ന ശുശ്രൂഷയാ ചിലതിന്റെ അടിസ്ഥാനം ഇളക്കാൻ പോകയാ. ചില ബന്ധനങ്ങൾ അഴിയാൻ പോകയാ. ചില രോഗത്തിന്റെ കെട്ടുകൾ അഴിയാൻ പോകയാ. ചില മാനസികമായി തകർന്നു കിടക്കുന്നവർക്ക് ഒരു വിടുതലായി പരിഗണിക്കാൻ പോകയാ. പരിശുദ്ധാത്മാവ് തൊടുകയാ. അന്തർക്കന വൈഡവാറകൽക്കല ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ശരീരത്തിനകത്ത് മുമ്പോട്ട് വിടുവാൻ കഴിയാതെ വണ്ണം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങളെ ദൈവാത്മാവ് വെട്ടി മാറ്റി അന്തർക്കന ആത്മാവിൽ ബലപ്പെടുത്തുകയാ. മകളെ നിന്നെ ധൈര്യപ്പെടുത്തുകയാ. എന്തിനെന്നറിയാവോ ഈ ഭാരം കടന്നു വന്നത്? നിന്നെ ഒന്ന് തളർത്തിക്കളയാനാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, എന്റെ മകൾ തളർന്നിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവൾ പുറത്തു വരണം. അന്തി പ്രൗഢി പ്രൗഢേ റവന ശാര പൈഡ റവന അദര ജഗൽക്കന അന്തൽക്കല ശുശ്രൂഷയില ഒരു പടി കൂടെ മുന്നേറുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാല ദൈവാത്മാവ് ആലോചന കൈമാറുന്ന മകളെ നീ പുറത്തുവ. അസ്ഥി റവാലവശമ അമ്പർ പ്രൗഢവാരമ അറകമന ചില പുറന്തോടുകള ഇന്ന് പകൽക്കാല പൊട്ടട്ടെ. വിശ്വാസത്തോടെ നിൽക്കുക. ദൈവം ചെയ്യാൻ പോകുന്നത് നിന്റെ കണ്ണാലെ കാണുമെന്ന്
ആത്മാവിൽ ആലോചന കൈമാറുന്നു. ശമന ഹദരഘടകസ്യ അദ്ദൽക്കന വൈഡവനകസ്യ ലമൻകന വൈഡവ. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനോട് ആലോചന കൈമാറുകയാ. അടക റകൽക്കല വൈഷമന രഹസ്യ. ഈ ദിവസങ്ങൾ ചിറതിന്റെ പുറന്തോട് പൊട്ടാൻ പോകുകയാ. അദുരഘടക ശബ്ദനെ റികൽക്കല. അകത്ത് ജീവന്റെ തുടുപ്പുണ്ട്, പക്ഷെ അത് പുറലോകത്ത് എത്തിയിട്ടില്ല. അതുപോലെ ഹടകമന ഘടകസ്യ റകൽക്കല. അടകമ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങും നിൽക്കുന്ന ചിലരെ ദൈവാത്മാവ് ശുശ്രൂഷയാൽ പുറത്തെടുക്കാൻ പോകുകയാ. റീബ ലകൽക്കന റവനഘടക ശബ്ദന റകൽക്കല. ദൈവത്തിന്റെ ദാസിയെ ഹല്ലേലൂയ റാമാശകമന ഹദരഘടകം പ്രൗഢരഹസ്യ. നമ്മൾ ഒരുമിച്ച് ആലയത്തിനകത്ത് കൂടി വരുമ്പോഴാണ് ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ അടകമന ഘടക ശബ്ദനാറുകൾ ഈ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് ചിലതിനെ ദൈവ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയാ. പ്രാർത്ഥനയുടെ ശുശ്രൂഷയ്ക്കായി അല്ലെങ്കിൽ ആരാധനയുടെ ക്രമീകരണങ്ങൾക്കായി അന്തർക്കരാജകൽക്കല വൈഡവനകസ്യ. ചിലടത്തേക്ക് പോയി ദൈവിക അല്ലെങ്കിൽ വചനം പ്രഘോഷിപ്പിക്കുവാൻ തക്കവണ്ണ ചിലതിനെ ദൈവാത്മാവ് വേർതിരിക്കാൻ പോകുകയാ. അന്തർക്കന രഹസ്യ ചെറിയ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കാം, എന്നാൽ അത് പുറത്തേക്ക് അടകമന പുറന്തോട് പൊട്ടി പുറത്തേക്ക് വരുന്നത് പോലെ ബിന്ദു ബൈജു പ്രിയദാസിയെ ആത്മാവിൽ ആലോചന കൈമാറുന്ന ആധാരസ്യ അന്തരഘടകവ. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടവൾ അല്ല നീ. അമ്പാ റബന റികൽക്കല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ജീവിതത്തിന്റെ അകത്തളങ്ങൾ നീ ഏറ്റവും നല്ല അംശം തിരഞ്ഞെടുത്തു. അടക റകൽക്കല. എന്റെ പാദപീഠങ്ങളിൽ ഇരുന്ന് പഠിക്കുവാൻ മറിയ തിരഞ്ഞെടുത്തതുപോലെ എന്റെ സന്നിധിയിൽ ഇരുന്ന് പഠിക്കുവാന് പ്രാർത്ഥിക്കുവാനും നീ സമയങ്ങൾ വേർതിരിക്കുന്നു. അടക മറ്റു വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അടക റകൽക്കല വൈഡം എന്റെ പാദപീഠങ്ങളിൽ ഇരിക്കുവാനാ നിനക്ക് കൂടുതൽ താല്പര്യ. എന്നാൽ ദൈവാത്മാവ് പറയുകയാ, പ്രാർത്ഥനയാകുന്ന വര അടക റകൽക്കല വൈഷമന ഘടകസ്യ അത് അനേകർക്ക് പ്രയോജനകരമായി തീരെ തിന് നിന്നിൽ ഞാൻ ഒരു അഭിഷേകത്തിന്റെ ശക്തി പകരുകയാ. അന്ത രഹസ്യ. ഈ 5ാമത്തെ പകൽക്കാല അടകമന ഹദേ റകൽക്കല വൈഷമ റകൽക്കല ശൂന്യതയിൽ നിന്ന് വാക്കുകളെ സൃഷ്ടിച്ചുളവാക്കിയവനായ ദൈവ 5ാം ദിവസം ഹല്ലേലൂയ പർവ്വജാതികളെയ അടകമന ഹദരഘടക ശബ്ദലെ ജലജന്തുക്കളെയ വർദ്ധിച്ചു പെരുകി അതിനെ അനുഗ്രഹിച്ചതുപോലെ ജീവിതത്തിനകത്തളങ്ങളിൽ അടകമന ഹദരഘട ഇല്ലാത്തതിനെ ദൈവം കൽപ്പിച്ചാക്കാൻ പോകുകയാ. അടക ലബൻകന വൈഡവ. അതുവരെ ഭൂമിക്കകത്ത് അടക റകൽക്കല അതുവരെ ആകാശമണ്ഡലത്തിൽ പറക്കുവാൻ പർവ്വജാതികളെയോ അല്ലെങ്കിൽ ഭൂമിയിലെ സമുദ്രത്തിൽ ഓടുവാൻ ജലജന്തുക്കളെയോ ആരും കണ്ടിട്ടില്ല. ആ 5ാമത്തെ ദിവസം ആ സൃഷ്ടി എന്ന് പറയുന്നത്. അതുപോലെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഇല്ലാത്തതിനെ ദൈവം ചിലത് കൽപ്പിച്ചാക്കാൻ പോകുകയാ. നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ വൈഡവ ആത്മീയമായി ദൈവം ചിലത് കൽപ്പിച്ച് നിനക്ക് നൽകാൻ പോകുകയാ. മകളെ നീ പുറന്തോട് പൊട്ടണം. ആർക്കും പുറത്തു പറയുവാൻ കഴിയാത്ത ചില വിഷയങ്ങളുമായി ഭാരപ്പെടുന്ന ചില വ്യക്തികളെ അല്ലെങ്കിൽ ദിവസങ്ങൾ ദൈവാത്മാവ് കാണിച്ചു തരിക. അടക രഹസ്യ കമാരവൽക്കന വൈഡവ. ദർശനങ്ങളിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കാൻ പോകുകയാ. അന്തേ റകന വൈഡവന രഹസ്യ അന്തേ റികൽക്കല. വാ, നമുക്ക് ഹൃദ്യമായി ഇടപെടാം. മരുഭൂമി കേൾക്കുന്ന ഒരു വാക്ക അസ്ഥി അബാലകൽക്കല വൈഡവ. എനിക്ക് നിന്നോട് കൃത്യമായി സംസാരിക്കുവാനുണ്ട്. അത്തി കമാരവൽക്കന വൈഡവന ഘടകശിയ. അത് കേൾക്കുവാൻ തക്കവണ്ണ ഈ ദിവസങ്ങളിൽ അടക റകൽക്കല ആത്മാവിൽ നീ ഒരുങ്ങു മകളെ. നിന്നോട് ദൈവാത്മാവ് ഇടപെടാൻ പോകുകയാ. പ്രാർത്ഥനയുടെ അടുത്തൊരു തലത്തിലേക്ക് ദൈവാത്മാവ് അല്ലെങ്കിൽ കൈ പിടിച്ചു കൊണ്ടുപോകുകയാ. അദ്ദൽക്കന വൈഡവന ഘടകസ്യ അതുരാ റബലകര ഘടകസ്യ. ദൈവമേ, എനിക്ക് എന്ത് കഴിവുണ്ട് എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന അനുഭവമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുകയാ, അടക റകൽക്കല വൈഡവ. എനിക്ക് അടക റകൽക്കല നിന്നോട് കരുണ തോന്നി. അടക ശമന ഹദര കസി കമാറവൽക്കന വൈഡവ. ആത്മാവിൽ ചില വചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവ ഈ ദിവസങ്ങൾ കൈമാറ. അടകം പ്രൗഢരഘടകസ്യ ബീനാന്റിയുമായി അടക റകൽക്കല ആത്മീയ ചിന്തകൾ കൈമാറുവാൻ തക്കവണ്ണ മകളെ നിന്റെ കരത്തലങ്ങൾ ഞാൻ നൽകാൻ പോകുകയാ. അന്ത റകൽക്കല വൈഷമന ഘടക. ഇതിനകത്ത് ചിലരുടെ വിഷയം മകളെ നീ രഹസ്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ അതിനകത്ത് ഒരു വലിയ മറുപടി ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് അടകമരക ശാബ്ദനാറകൽക്കല സൂക്ഷിയുടെ ഒരു മണ്ഡലം തുറന്ന് നിന്നെ പുറത്തിറക്കുക. ഈ ദിവസങ്ങളിൽ ഇതിനകത്ത് തന്നെ ദൈവം ചിലരെ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കാൻ പോകുകയാ. അദ്ദാ റകൽക്കല. ഇനി
തേടി പോകേണ്ടി വരികയില്ല. ഇതിനകത്ത് തന്നെ ശുശ്രൂഷയോട് ബന്ധത്തില് റകൽക്കല ദൈവാത്മാവ് പ്രത്യേകമായി നിയോഗം കൈമാറുവാൻ കൽപ്പിക്കുക. റകൽക്കല ദാസിയെ ഈ ദിവസങ്ങളില് ചിലരെ ദൈവാത്മാവ് ദർശനത്തിൽ കാണിച്ചു തരാം. ഇന്ന വ്യക്തിയോട് സംസാരിക്കുന്ന അവർക്ക് ചില സെക്ഷനുകൾ വേർതിരിച്ച് നൽകാൻ ദൈവാത്മാവ് പറയുക. ആ സമയങ്ങൾ വേർതിരിച്ച് നൽകുകയാ. റബൽക്കല ഇതിനകത്ത് ചിലതിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഒരു മാതാവ് ഒരു തലമുറയെ എങ്ങനെ വളർത്തി പരിപാലിച്ചെടുക്കുമോ അതുപോലെയാ ദാസി നിന്റെ കയ്യിൽ ഞാൻ നൽകിയിരിക്കുന്നവർ. റബശവൻ, നീ ഒരു മാതാവായിരുന്നു കൊണ്ട് നിന്റെ അരികിലിരിക്കുന്ന ഈ തലമുറകളെ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ അല്ലയോ ഉപദേശത്തില്, പ്രബോധനത്തില്, ഗുണീകരണത്തിന്, നീതിക്ക് അഭ്യാസനത്തിന് വേണ്ടി അവരെ പ്രയോജനമുള്ളവരാക്കി തീർക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ അവരെ നീ പണിതെടുക്കണം. പലരും ശുശ്രൂഷിച്ചിട്ട് വെറുതെ കടന്നു പോവുക. വൈശവ ആത്മാർത്ഥതയോടെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് നിന്ന്, ഈ ഗ്രൂപ്പിനകത്ത് നിന്ന് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരികയാ. ദൈവാത്മാവിനോട് ദാസിയോട് വീണ്ടും ആലോചന. ഇവിടെ പലരും ശുശ്രൂഷിക്കുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, ദൈവമേ അല്ലേലൂയ എന്തുകൊണ്ട് ഇന്ന് ശുശ്രൂഷ ഇത്രേ ആയോളോ എന്ന്. അവരോട് പറയും ശുശ്രൂഷ നല്ലതായിരുന്നു എന്ന്. എന്നാൽ ചില ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ അയ്യോ അവരെ വിളിക്കണ്ടേ ആയിരുന്നല്ലേ, ഇനി വിളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റിവിടുന്നവരുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുകയാ ഇതിനകത്ത് തന്നെ ദൈവം ചിലതിനെ ട്രെയിൻ ചെയ്ത് പുറത്തു കൊണ്ടുവരാം. ജൂഡാബാബ ശബലകൽക്കന. എന്നാൽ ദാസി ആരോടത് പറയാറില്ല. അല്ലേലൂയ ആരെങ്കിലും പറഞ്ഞ ഓക്കെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നതല്ലാതെ അല്ലെങ്കിൽ ഒന്നും പറയാറില്ല. ശബന റികൽക്കല. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാ ഇതിനകത്ത് തന്നെ ആഴ്ചയിൽ ചില ദിവസങ്ങൾ വേർതിരിച്ച് ഇതിനകത്തുള്ളതിനെ വളർത്തിയെടുക്കണം. അവരിലൂടെ ദർശനങ്ങളും വെളിപ്പാടുകളും പ്രവചന ശബ്ദങ്ങളും പുറത്തു വരാൻ പോകുകയാ. റികൽക്കൽ ഇതിനകത്തുള്ള പലരും ശുശ്രൂഷ ഉള്ളവരാ. ജൂഡാബാബ. എന്നാൽ ശത്രു കാലാകാലങ്ങളിൽ ശുശ്രൂഷ കെട്ടിവച്ചിരിക്കുന്ന ഈ അനുഭവ ഈ അഞ്ചാമത്തെ പകൽക്കാലം അത് പൊട്ടാൻ പോകുകയാ. റാമസിയ റകൽക്കല വൈഷമന. കഴിഞ്ഞ നാളുകൾ എന്ത് പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ? കഴിഞ്ഞ നാളുകളിൽ എന്ത് അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി പാടിയതെന്ന് അറിയാമോ? വചനം പറഞ്ഞതെന്ന് അറിയാമോ? ഇപ്പോൾ അല്ലേലിയ മറ്റുള്ളവർ പറയുന്നതും പാടുന്നതും കേട്ടു പോകുന്നതല്ലാതെ ഒരു മുന്നേറ്റമില്ലാത്ത ഒരു ജനത ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചോ അവരിലൂടെ ചില ദൈവിക പദ്ധതികൾ വെളിപ്പെടാം. അതിരഘടക ശമാരകൽക്കല അതരഘടകസ്യ റാമണ റകൽക്കല വൈഡെ അദ്ദുര ജഗൽക്കല അദ്ദുൽ പ്രൗഢവ. ചിലത് അഭ്യസിച്ച് പുറത്തു വന്ന് അനേകർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവർ ഇതിനകത്തുണ്ട്. ദൈവാത്മാവ് പറയുകയാ അങ്ങനെ ഉള്ളവരെ കരത്തിന് പിടിച്ചോ. ജൂഡാബാബ റാസ്യ ലാതെ റാമലകൾ ശാന്തനാറുകൾ കല അതുരഘടകമന റീഗൽ കല വൈഡവ. ദാസിയെ മറ്റുള്ളവർക്ക് ഈ ശുശ്രൂഷ വിളിച്ച് സമയം ക്രമീകരിക്കുക. എന്നാൽ ഈ ദിവസങ്ങൾ നീ നിന്നെ തന്നെ ഒരുക്ക ദാസിയെ. നീ നിന്നെ തന്നെ ഒരുക്ക. അന്തരഘടകസ്യ നിന്നിലൂടെ ഇവരോട് ചിലത് എനിക്ക് കൈമാറുവാനുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് കൈത്താങ്ങിയിരിക്കേണ്ടവളല്ല ഇനി. 2026 ഇനി വേലക്കിറങ്ങണം. കഴിഞ്ഞ നാളുകളിൽ അല്ലല്ലോ ഒതുങ്ങിയിരുന്നു. എന്നാൽ ദൈവാത്മാവ് പറയുകയാ ഒതുങ്ങിയിരുന്ന കൊയ്ത്തിലേക്ക് ആരിറങ്ങും. അഷാരവാസ്യ ഹംബ പ്രൗഢബലഘടകശ്യ. ആകൽ ദിവസങ്ങളിൽ ഇറങ്ങിക്കോ. വേലയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ചിലരെ എനിക്ക് ആവശ്യമാണ്. അതിൽ എണ്ണപ്പെട്ടവളാ മകളെ നീയും നിന്റെ കുടുംബവും. ആകയാൽ ദിവസങ്ങളിൽ നിന്നോടൊപ്പം കരം പിടിക്കേണ്ടതിന് ഇതിനകത്തുനിന്ന് ചിലതിനെ ഞാൻ വാർത്തെടുത്തുകൊണ്ടിരിക്കയാ. ആഴ്ചയിൽ ദിവസങ്ങൾ വേർതിരിച്ചിരുന്ന ഒത്തിരി സമയം ചിലപ്പോൾ അവർക്ക് മെസ്സേജ് പറയുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ലഭിക്കുന്ന സമയം അവർ കൈമാറി പ്രാർത്ഥനയില് നിരതരായിരിക്കെ ഞാൻ നിന്നോട് കൈമാറാൻ പോകുകയാ. ചില ദേശത്തിന്റെ വെളിപ്പാടുകൾ നൽകാൻ പോകുകയാ. വ്യത്യസ്ത ദേശങ്ങളിലുള്ള പലരും ഇതിനകത്തളങ്ങളിലുണ്ട്. പല രാജ്യത്തിൽ ഇരിക്കുന്നവരുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് ആ വ്യക്തിയിലൂടെ ഇതിനകത്ത് കയറുന്ന വ്യക്തിയിലൂടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കരം കൊടുക്കുക. ദാസിയെ നിന്നെ ദൈവാത്മാവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജൂഡാബ റബൽക്കന വൈഡവന ഘടകസ്യ. വലിയ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് ഇറക്കുന്നത് പോലെ
ചിലതിനെ ദേശങ്ങളിലെ അപ്പോയിന്റ്മെന്റ് ചെയ്ത റീബ റഗൽക്കല ഏരിയ തിരിച്ചുള്ള ചില പ്രാർത്ഥനകൾ ദൈവാത്മാവ് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പോകുകയാ. ലീബ റവൽക്കല വൈഷമന ഘടകസ്യ തോട്ടത്തിൽ നിന്ന് ഒറ്റ നദിയെ പുറപ്പെട്ടുള്ളൂ. അടക റഗൽക്കല അത് പുറത്തു വന്നപ്പോഴാ ശാഖയായി തിരിച്ചത്. അതുപോലെ റസികമ റവൽക്കല വൈഡമ പലരും ഇതിനകത്ത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. കാലക്രമേണ അതൊക്കെ കൊഴിഞ്ഞുപോയി. അടക റഗൽക്കല വൈഷവ ഈ ഗ്രൂപ്പിനെ തകർക്കുവാൻ ശത്രു പലരിലൂടെ എഴുന്നേറ്റതാ. അടക റഗൽക്കല വൈഡമ റഹസ്യ റഗൽക്കല ഫേക്ക് പേരിൽ ഇതിനകത്ത് കയറി ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു, ആരാ ഇന്ന് മെസ്സേജ് പറയുന്ന, ശക്തമായിട്ടാണോ ഒരു ദൂത് പറയുന്ന, എത്ര പേർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നോക്കി ഇറങ്ങിപ്പോയവർ ഇതിനകത്തുണ്ട്. അടക ലബൽക്കന വൈഷവ എന്ന പരിശുദ്ധാത്മാവ് പറയാ, തകർക്കാമായിരുന്നുവെങ്കിൽ അന്ന് തകർക്കാമായിരുന്നു, ഇന്ന് വരെ നിർത്തിയെങ്കിൽ ഇതിലൂടെ ചില പണികൾ എനിക്ക് ചെയ്യാനുണ്ട്. ശാഖയായി പിരിഞ്ഞതുപോലെ അടക റഗൽക്കല ഇതിൽ നിന്ന് മറ്റ് ഗ്രൂപ്പ് തുടങ്ങുമെന്നല്ല ഞാൻ പറയുന്നത്. അടകം പ്രൗഢരഘടക ശബ്ദ റഗൽക്കല വൈഡമനകസ്യ അങ്ങനെ ഒരു പിളർപ്പല്ല. അടകാറകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ ദേശങ്ങളിലായിരിക്കുന്ന ഓരോ വ്യക്തികളായി ഇതിനകത്ത് കയറിയിരിക്കുന്ന അവരെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് അടകമന അതരഘടകസ്യ ചില പ്രാർത്ഥന കൂട്ടായ്മകൾ ദൈവം ചെയ്യാൻ പോകുകയാ. അവിടെ ചെന്ന് ബർന്നബാസ് അല്ലെങ്കിൽ അവിടെ ചെന്ന് അവരിലുള്ള കൃപ കണ്ട് സന്തോഷിച്ചതുപോലെ മകളെ നീ ചില ദേശങ്ങളിൽ ചെന്ന് ചില കൃപ കണ്ട് അവർ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നത് കണ്ട് നീ സന്തോഷിക്കാൻ പോകുകയാ. അതിനുവേണ്ടി നീനാജിയോട് ഒരുങ്ങുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവം എന്നെ അതിനായിട്ടൊന്ന് ഒരുക്കണം, ജൂഡ എന്റെ ദേശത്ത് വേല ചെയ്യുവാൻ എന്നെ ഒരുക്കണം. ജൂക്കാമ ശബലഘടകസ്യ അന്തരാറുകൾക്ക് ആദ്യം നാം പാർക്കുന്ന ഇടത്ത് പിന്നെ പുറത്തോട്ട് അടകമ ശബലാറുകൾക്കൽ എത്ര പേര് പറയുന്നു, എന്റെ ഭവനം ഒരു പ്രാർത്ഥന ഭവനമായി തീരുവാൻ ഞാൻ വിട്ടുകൊടുക്കാൻ പോകുകയാ. എന്നെ ദൈവം ഉപയോഗിക്കണം. അടക ബിനാൻഡി എന്നും എന്റെ വീട്ടിൽ വരുമെന്നല്ല, എന്നെ ദൈവം ഉപയോഗിക്കണം. എന്നെ അടക റബൽക്കല എത്ര പേര് പ്രാർത്ഥിക്കുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് പോകുകയാ. ഏത് നിമിഷവും നമ്മുടെ ആരാധനയുടെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുക. എന്നാൽ ലഭിച്ച സമയം ഒരുങ്ങുവാൻ തയ്യാറാകുമെങ്കിൽ അടക നമ്മിലൂടെ പ്രായം ദൈവത്തിനൊരു വിഷയമല്ല, നിന്റെ വിദ്യാഭ്യാസം ദൈവത്തിനൊരു വിഷയമല്ല. നിനക്ക് ഹല്ലേലൂയ അതില്ല ഇതില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഹല്ലേലൂയ മോശ ഇറങ്ങാൻ തീരുമാനിച്ചപ്പോ ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടു. അതുപോലെ നീ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറായ നിന്റെ ഭവനത്തിനകത്തളങ്ങളില് കുരുങ്ങിക്കിടക്കുന്ന ചിലത് നിന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുകയാ. അദീബാറാസിയ റഗൽക്കല സിജീസ അടക റഗൽക്കല ദൈവാത്മാവ് പറയാ, ഒരുക്കമുണ്ടോ ദാസി? ജൂഡാബാബ ശബലകരഘടകസ്യ റവന് എല്ലാം ആഗ്രഹിച്ച ഒരുവളായിരുന്നു. അടക റഗൽക്കല കർത്താവിന് വേണ്ടി ഓടണം, അധ്വാനിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എവിടെയൊക്കെയോ നീ തളർന്നു വീണുപോയി. ഷീഗാവ റഗൽക്കല വൈഡവ മുഴങ്കാലിലിരുന്ന് ആരാധിച്ച് അടക റഗൽക്കല കൈവിരലുകൾ പൊട്ടിയ അനുഭവങ്ങളുണ്ട്. അതുപോലെ ശക്തമായ ദൈവനാമത്തിന് വേണ്ടി നിന്നവള ജുഗാബ റബൽക്കല വൈഡമനഘടക ശബ്ദന ഇറുകൽക്കല. മകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാല വിരൽ ചൂണ്ടുകയാ. ഇന്ന് നിനക്ക് ആ കൃപയുണ്ടോ? ഏതിൽ നിന്ന് വീണു എന്ന് ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ശോധന ചെയ്യുമെങ്കിൽ നിന്റെ ഭവനം ഒരു പ്രാർത്ഥനാ ഭവനമാകാൻ പോകുകയാ. അന്താരകാലകൾ കല വൈഡവ തുതിയായുടെ ഹൃദയം തുറന്നതുപോലെ നിന്നിൽ നിന്ന് ചുറ്റുപാടുള്ള ചിലരെ ഹൃദയം തുറന്ന് നിന്നോടൊപ്പം കരം കോർക്കുക. റാമ റീക വനക ശബ്ദന വിശുദ്ധാത്മ വ്യക്തമായ ആലോചന നൽകുന്ന ദാസിയെ, നിനക്ക് ഈ പരകാര്യങ്ങൾ ഇടപെടുന്നത് ഇഷ്ടമല്ല, മറ്റുള്ളവരെ കുറ്റം കേൾക്കുന്ന ഇഷ്ടമല്ല. അടക റബൽക്കല വൈഡവ അതിനുവേണ്ടി നിന്റെ വീട് നീ ഓപ്പൺ ചെയ്യാറില്ല, നിന്റെ ഫോൺ നീ ഓപ്പൺ ചെയ്യാറില്ല. അടക റഗൽക്കല അങ്ങനെയുള്ളവരെടുത്ത് നീ കാതുകോർപ്പിച്ച് നിൽക്കാറില്ല. അടക റഗൽക്കല മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി സംസാരിക്കുന്നത് ഒന്നും നിന്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. അടക റബൽക്കല വൈഷമ റഹസ്യ ഒരാൾക്കൊരു വീഴ്ച സംഭവിച്ച മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ മാറി നിന്ന് ഹല്ലേലൂയ ദൈവമേ നാളെ എനിക്കും ഗതി വന്ന് എന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പറയുന്ന എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അടക റഗൽക്കല വൈഷമ പരിശുദ്ധാത്മ 2006 കാലയളവ് ചൂടാബാബാബ നീ ജ്വലിച്ചു നിന്ന ഒരു തേജസ് പോലെ നിന്നവളായിരുന്നു.
2008 അടകൽ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ദൈവം തുറന്ന ചില മേഖലകൾ ഓർത്താൽ റഗൽക്കല വൈഡവ ആരാധിച്ചതിനും പ്രാർത്ഥിച്ചതിനും വില കൊടുത്തതിനും നീ അനുഭവിച്ച ദൈവിക സന്തോഷ എന്ന 2016-18 കാലയളവില് നീ വീണുപോയി. ദൈവാത്മാവ് പറയാ നീ എഴുന്നേൽക്കണം. എനിക്ക് നിന്നിൽ ഉടാറവൽക്കല കരുണ തോന്നി ചില ദൈവിക പ്രവൃത്തികൾ എനിക്ക് നിന്നിലൂടെ ദേശത്ത് ചെയ്തെടുക്കുവാനുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ഇന്നും പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതുണ്ട്. അക്ഷാറവാറകൽക്കല അത്തിക്കവാല വക്ഷമാറകൽക്കല വൈഡവനകസ്യ ആ പാരമ്പര്യ കെട്ടുകളെ പൊട്ടിക്കുവാൻ മകളെ നീ ഒന്ന് മുഴങ്കാൽ നിട്ടാൽ മതി. റവന പുറത്തുനിന്നൊരു പ്രവാചകൻ വരണ്ട. അടക റഗൽക്കല വൈഷമന റഗൽക്കല നിന്നെ തന്നെ ഒരുക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ നീ ആയിരിക്കുന്ന ദേശത്ത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ചുക്കാൻ പിടിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുക. റഗൽക്കല വൈഡവ ആരെങ്കിലും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കും, അത് ഒത്തിരി ഇഷ്ടമാ. പക്ഷേ ഉടാറകൽക്കല മുമ്പോട്ട് കാൽച്ചുവട് വെക്കാൻ പലപ്പോഴും മടി കാണിക്കുന്നു. അസ്ഥി ബനാ റബൽക്കല വൈഷമന ഘടകസ്യ. എന്നാൽ പരിശുദ്ധാത്മ പറയും എനിക്ക് മറ്റുള്ളവരെ അല്ല ആവശ്യം, എനിക്ക് നിന്നെ ആവശ്യം. മോശയ്ക്ക് പകരം വേറൊരാളെ അല്ല ദൈവം കണ്ട, മോശയെ തന്നെയാ കണ്ടത്. അദൂര റബാറകൽക്കല. അതുപോലെ ദിവസങ്ങളിൽ ആത്മീയത്തിലേക്കൊന്ന് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എനിക്ക് നൽകണമെന്നുള്ള പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ മടങ്ങി വരുവാൻ നീ തയ്യാറാകുമെങ്കിൽ നിനക്ക് വേണ്ടി സ്വതവേ ചില വാതിലുകൾ ഞാൻ തുറന്നു നൽകി മാനിച്ചുയർത്തുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഉടാവാറവൽക്കല ഷാലി പീറ്റർ കണ്ണു ഉടാറവൽക്കല ദാസിയ ദൈവാത്മാവ് ആലോചന കൈമാറും. നീ ആയിരിക്കുന്ന ദേശത്തൊരു വിശാലമായ വേലയുണ്ട്. എന്നാൽ ആ വേല മുമ്പോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ദേശത്തിലെ അന്ധകാര മണ്ഡലങ്ങൾ തടയിട്ടിരിക്കുകയാ. അടക റവൽക്കല വൈഡവന ക്ഷാരവൽക്കല വൈഡം പ്രൗഢവനകസ്യ റവന റകൽക്കല. 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദാസിയെ അടക റകൽക്കന വൈഡ നിന്റേതല്ലാത്ത വിഷയങ്ങളെ സ്വന്തം വിഷയം പോലെ ഏറ്റെടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറുന്ന നിന്നിലൂടെ അടക റമാ റകൽക്കല വൈഡവ ചില പ്രാർത്ഥനാ ബന്ധങ്ങൾ ദൈവാത്മാവ് നൽകാൻ പോകുകയാ. റബൽക്കന വൈഷവ സമയം വേർതിരിഞ്ഞിരുന്ന ചില ഓൺലൈനുകൾ റബനഘടക ശമനെ റിഗൽക്കല വൈഡവ അടകമന റിഗസ്യ ഒരുമിച്ച് മുട്ടുമടക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ ആ ഒരു ദർശനത്തോടെ നീ പുറത്തു വരുവാൻ തയ്യാറാകുമെങ്കിൽ അമ്പ റബൽക്കല വൈഡവന ഘടക ശമനെ റിഗൽക്കല നിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെട്ടു വരിക. അന്തപ്രൗഢവ അത് കാലങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാ. അദുരാ ജഗേരകമന അതരക്കര റബൽക്കല അത് ആത്മീയമായി ഉണരുന്ന ഒരു ശുശ്രൂഷയാ. എന്നെ കൊണ്ട് എന്തിനാകോ എന്തിന് കൊള്ളാമെന്ന് പറഞ്ഞ സ്വയം ഉൾവലിയുന്ന അനുഭവം ദൈവാത്മാവ് പറയുക, മകളെ നീ പുറത്തു വന്ന നിന്നിലൂടെ അതിശക്തമായൊരു വേദന ചെയ്യും. ആകയാൽ ദിവസങ്ങൾ ഒരുങ്ങുക, ദൈവാത്മാവിൽ ആഹ്വാനം നൽകുക. പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ പ്രസംഗത്തിലേക്ക് കയറിയിട്ടില്ല ഇതുവരെയായിട്ട്. ഹല്ലേലൂയ. തുടക്കം പറഞ്ഞ് ഹല്ലിൽ തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഹല്ലേലൂയ ഓരോ പ്രിയപ്പെട്ടവരെയ ഹല്ലേലൂയ 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 തൊട്ട് ഉണർത്തിക്കൊണ്ടിരിക്കുക. ദിവസങ്ങൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുക? ഹല്ലേലൂയ. അല്ലെങ്കിൽ ചെയ്യുന്നവരങ്ങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ആര് ചിന്തിക്കുന്നുവോ അവരിൽ കൂടെ ദൈവ അസാധാരണമായ ചിലത് ചെയ്തെടുക്കുക. അസാധാരണമായ ചിലത് ചെയ്തെടുക്കുക. ലേമശമന ഘടകമ മന്ദൽക്കന വൈഡവ റഗൽക്കല ബിജു എന്ന് പറയുന്ന പ്രിയ അങ്ങളിനോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അക്ഷേ റവനഘടകസ്യ റമന റഗൽക്കല വൈഡവനകസ്യാറവ എന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ ചിന്തിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അസാധാരണമായ ദൈവത്തുകയോട് ഈ ദിവസങ്ങൾ ദൈവം പുറത്തെടുക്കാൻ പോകുകയാ. അന്തൽക്കല ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ചില നിയോഗം ഇന്ന് പകൽക്കാല ദൈവാത്മാവ് കൈമാറുകയാ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ അടകാറകൽക്കല സമയം വേർതിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ ദൈവാത്മാവ് കാണുന്നു. അമ്പം പ്രൗഢം പ്രൗഢഞ്ചാരം വൈഡം പ്രൗഢ ശബനാറാക
ആ വിഷയം മറ്റുള്ളവർക്ക് അറിയത്തില്ല. അറകമനഘടക ശന്തന അറകൽക്കല ദാസനെ നിന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ചില വിഷയത്തിന് വേണ്ടി നന്നായി വില കൊടുക്കുന്നുണ്ട്. ദൈവാത്മാവ് പറയുന്നു റീബ അറകൽക്കല ഇന്നേക്ക് 3 ആഴ്ച കഴിയുമ്പോ ആ വിഷയത്തിന് ഒരു മറുപടി സ്വർഗത്തിലെ ദൈവ കരത്തിൽ നൽകി മാനിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ശവാലകൽക്കല വൈഡവരഹസ്യ നാളുകളായി മുട്ടിയിട്ടും തുറക്കാത്ത ചില വാതിലുകള് അധുരക ബലക ശന്തന റകൽ വൈഡമനകസ്യ റവന റികൽക്കല വൈഡമനകസ്യ എന്നെ കൊണ്ട് ഇനി വഹിയില്ല, എന്നെ കൊണ്ട് ഇനി കഴിയത്തില്ല എന്ന് പറഞ്ഞ അല്ലേലും പ്രായം ദൈവമേ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുക, എനിക്കത് കാണുവാൻ കഴിയുമോ എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ ദൈവാത്മാവിന്റെ ദാസനെ തട്ടി ഉണർത്തുകയാ, ആദ്യ നാളുകളുടെ അനുഭവത്തെ പോലെ ഒരു മാൻ കുതിച്ചു ചാടുന്നത് പോലെ നിന്നെ തന്നെ നീ ഒരുക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ വണ്ണമുള്ള ഒരു ആത്മ ചൈതന്യം നിന്റെ മേൽ ഞാൻ പകരുകയാ. നിയന്ത്രിക്കുവാൻ കഴിയാത്ത നിലവാരത്തില് ആത്മാവിന്റെ ചൈതന്യം ദാസന ദൈവാത്മാവ് പറയാ, ഇനി നീ വഴിയിൽ പുറത്തിറങ്ങുമ്പോ നിന്നിൽ ഒരു തേജസ് കണ്ട് അനേകർ സംസാരിക്കുവാൻ കടന്നു വരാൻ പോകുകയാണ്. ആമാശബാറകൽക്കല ചിലരൊക്കെ കണ്ടിട്ട് കാണാതെ പോയൊരു നാളുണ്ട്. ജൂഡാബാബ ശബലകരകമ സിയാ റബൽക്കന വൈഡവനകസ്യം ദേരകൽക്കന വൈഡവനകടക ശംദേരകൽക്കല വൈഡവ റഗസ്യ 1979 അടക റവനഘടക മഴ റഗൽക്കല ജീവിതത്തിന്റെ അകത്തളങ്ങളില് അടക റഗൽക്കല വൈഡ പ്രത്യേകമായ ഒരു നിയോഗത്തോടെ കടന്നു വന്നൊരു കാലഘട്ടം. അടകം പൗഡരഘടക ശംദേ റഗൽക്കന വൈഡമനകസ്യ റഗ അന്ന് അടകമാ റഗൽക്കല റബസ്യ ഒരു മാൻ കുതിച്ച് ചാടുന്നത് പോലെ ചാടി ഓടി നടന്നത് അടക റഗൽക്കല വൈഡം പ്രൗഢമ നിന്നിലൊരു തേജസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. 2002 ജീവിതത്തിന്റെ അകത്തളങ്ങളില് റീബ റഗൽക്കല വൈഡമ ചില മേഖലയോട് ബന്ധത്തിൽ ഹല്ലേലൂയ ബിസി ഷെഡ്യൂൾ, അതായത് തിരക്കേറിയ ഒരു അനുഭവമായി തീർന്ന ഒരു സാഹചര്യം അമ്പേ റകം പ്രൗഢബലഘടകഷ്യ. എന്നാൽ ഇന്ന് അടക റഗൽക്കല ഭുവനത്തിന്റെ അകത്തളങ്ങളില് അടക ദൈവവചന വായനയ്ക്ക് പ്രാർത്ഥനയ്ക്കുമായി വേർതിരിഞ്ഞിരിക്കുന്ന സമയങ്ങൾ ദൈവാത്മാവ് പറയുന്നു ഇതൊന്നും വൃഥാവല്ല. കഴിഞ്ഞ നാളുകളിൽ റബല കടാ റബൽക്കന വൈഡം പ്രൗഢബലകസ്യ ഓടിയതിനും അധ്വാനിച്ചതിനും അപ്പുറമായ ഇനിയും നിന്റെ കണ്ണുകൊണ്ട് ചിലത് കാണുക, കൈകൊണ്ട് ചിലത് അനുഭവിക്കുക. അന്തസ്യ റവാറകൽക്കല വൈഷേ റവനഘടകസ്യ റബൽക്കല വൈഡമ അന്തൽക്കന വൈഡവ റഗൽക്കല. നാട്ടിൽ ചെന്ന് കുശലം അന്വേഷിച്ച് സമയങ്ങൾ കളയുവാൻ നീ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അന്തേ റബല കരാജകൽക്കല വൈഡവനകസ്യ ദൈവം തരുന്നത് നന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ ഞാനത് അനുഭവിക്കാം. അസ്ഥി റബാ റഗൽക്കല വൈഡം പ്രൗഢരഹസ്യ തിന്മയെന്ന് തോന്നുന്ന പലതിനെ ദൈവ ഈ ദിവസങ്ങളിൽ തിരിച്ച് നന്മയാക്കി തീർക്കാൻ പോകുകയാ. നീബ ലഗൽക്കന വൈശ റവനഘടകസ്യ പുറമേ നോക്കുമ്പോൾ ഒരു തിന്മയാ, എന്നാൽ അകത്തളങ്ങൾ ദൈവ അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. റീബ റഗൽക്കല വൈഷമനകസ്യ ചില പേപ്പറുകൾ റിജക്റ്റ് ആയ അനുഭവങ്ങൾ ജൂഡാബാബ ശബലവ റഗൽക്കല ലഭിക്കേണ്ടത് പലത് വഴിമധ്യേ തടഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ അർക്കാർ വൈഡവനകസ്തിന്റെ അധ്വാനത്തിന്റെ ഫലം നീ തിന്ന, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരിക. അർക്കീ മനാശവാറകൽക്കല വൈഡവ റഗസ്യ റഗൽക്കന ജീവിതത്തിനകത്തളങ്ങൾ വിയർപ്പൊഴുക്കിയതിന് ഉടക്കമാ റഗൽക്കല ദൈവം ഈ ദിവസങ്ങൾ നന്മ നൽകുക. അടക റഗൽക്കല ദാസനെ ദൈവാത്മാവിനോട് ഇപ്രകാരം ആലോചന കൈമാറാൻ പറയുന്നു, നീ ചെല്ലാത്ത രാജ്യങ്ങളിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. ജൂഡാബാബ ശബലകരഹസ്യ റബലഘടകസ്യ എങ്ങനെയെന്ന് ചിന്തിച്ചാൽ അടക റികൽക്കല കണ്ണുകൾക്ക് വിസ്മയമായിരിക്കുക. അടകം പ്രൗഢവനക ശന്തല റികൽക്കല കുടുംബത്തിന്റെ അകത്തളങ്ങളില് ഇനി ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരിക്കുന്ന നിന്നിലൂടെ ദൈവം ചില പ്രവർത്തികൾ ദാസനിലൂടെ ചെയ്തെടുക്കാൻ പോകുക. രാജ്യങ്ങളിലേക്ക് അന്തൽ പ്രൗഢവരക ശന്തല റികൽക്കല ചിലത് കാണുവാൻ വേണ്ടി ദൈവാത്മാവ് കൊണ്ടുപോകാൻ പോകുക. അന്തേ റികൽക്കല വൈഡ പ്രൗഢവരക ശന്തല റികൽക്കല പലരും വിദ്യാഭ്യാസം കൊണ്ട് പണം കൊണ്ട് പോകുക, എന്നാൽ മകനെ നിന്റെ കണ്ണുനീര് പ്രാർത്ഥനയും കൊണ്ട് നീ രാജ്യങ്ങളിലേക്ക് പോകാൻ പോകുക. വൈഡമനകസ്യ അന്തൽക്കന വൈഡവ റഗൽക്കല ദൈവം എന്ത് പറഞ്ഞാല് അത് അപ്പാടെ അങ്ങ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാ. അന്താ റഗൽക്കല വൈഡവ ഏതൊരു ആലോചനയോ നിസ്സാരമായി കളയാതെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാ. പരിശുദ്ധാത്മാവ് പറയുക ആ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരികയില്ല. ദാസനെ ഒരുങ്ങിക്കൊള്ളുക, ഒരു വലിയ ഇടിമുഴക്കത്തിന്റെ
സൗണ്ട്, അല്ലെങ്കിൽ ശബ്ദം നീ കേൾക്കാൻ പോകുകയാ. ആഹാബിന്റെ രഥത്തിന്റെ മുന്നേ ഓടുക. എല്യാവിന്റെ മേൽ കൃപ പകർന്നതുപോലെ ഈ ദിവസങ്ങൾ വറ്റി വരണ്ടു കിടക്കുന്ന ചിലതിനെ ദൈവം തന്റെ മഴയാ അടകാ റബൽക്കല വൈഡ പുതിയ ചില നാമ്പുകൾ ഹല്ലേലൂയ പുറത്തു കൊണ്ട് വരുമ്പോൾ മകനെ അടകാ റബൽക്കല അഭിഷിക്തനെ നീ ഓടാൻ പോകുകയാ. കൂടാ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ ആഹാബിന്റെ മുമ്പേ തന്നെ ദൈവം നിന്നെ ഓട്ടിച്ച് ശബ്ദലേറികൾക്കല ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് സുരക്ഷിതമായി എലിയാവിനെ എത്തിച്ചതുപോലെ നിന്നെ എത്തിക്കേണ്ട സ്ഥാനങ്ങൾ ഉദ്ദിഷ്ട സ്ഥാനത്ത് ഞാൻ കൊണ്ട് എത്തിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഇന്ന് പകൽക്കാല അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസത്തെ സൃഷ്ടി എന്തായിരുന്നു? അടകാറകൽക്കല ഭൂമിയില അല്ലെങ്കിൽ ചലിച്ചു വരുവാൻ കഴിയാതെ വണ്ണം പലതും കിടന്നപ്പോൾ വാക്കുകളാൽ ദൈവം അടുത്ത് സൃഷ്ടിച്ച് നല്ലതെന്ന് കാണുകയാ. അല്ലെങ്കിൽ വലിയ തിമിംഗലങ്ങളെയ്യ, അല്ലെങ്കിൽ ആകാശത്ത് പറക്കുവാൻ പർവ്വജാതികളെയ്യ, അല്ലലൂയ ഭൂമിയില അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ടതിന് മൃഗങ്ങളെയോ ഒക്കെ ഹല്ലേലൂയ പലതിനെയും ഹല്ലേലൂയ സൃഷ്ടിച്ചുളവാക്കിയപ്പോ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവാത്മാവ് പറയുക പലരുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു സാധ്യതയും ഇല്ലാത്തത്, അല്ലെങ്കിൽ അന്ന് വരെ ആര് പർവ്വജാതിയെ കണ്ടിട്ടില്ല, അന്ന് വരെ ആര് തിമിംഗലത്തെ കണ്ടിട്ടില്ല, അതുപോലെ പുതിയതിനെ അല്ലെങ്കിൽ പ്രാർത്ഥനയാൽ ദൈവം ചിലത് സൃഷ്ടിക്കാൻ പോകുക. ബ്ലസ്സി നിന്റെ ദാസിയോട് ആലോചന കൈമാറുന്നു മകളെ. ചിലത് പുതിയ സൃഷ്ടിയുടെ അനുഭവം പോലെ നിന്റെ ജീവിതത്തിനകത്ത് ഇത്രയും നാൾ വന്നതുപോലെയല്ല പുതുക്കത്തിന്റെ ചില അനുഭവത്തിലേക്ക് ഇതുവരെ കാണാത്ത ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണുക. അല്ലെങ്കിൽ ഹല്ലേലൂയ അവിടെ ബല ശവാറകൽക്കല വൈഡ കാതുകൊണ്ട് കേൾക്കുക. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ പോകുക. റീബ ഹദ്ദ റകൽക്കല വൈഡവ രാശി നീ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോ ദൂതന നിന്റെ അടുക്കൽ ദൈവാത്മാവ് അയച്ചിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുവാൻ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഓറ ശമല ഹദരഘടകസ്യ അന്തൽക്കന വൈഡമനകസ്യ 4 മാസം കൊണ്ട് ദൈവസ്ഥനെ വല്ലാതെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ദൈവാത്മാവ് കാണിക്കുന്ന ആ വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ഉത്തരമായി എന്ന് ആത്മാവ് അടകാറകൾക്ക് ശക്തമായി അടിവരയിട്ട് പറയുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ ആകയാൽ ദിവസങ്ങൾ ബലത്തോടെ ഇരിക്കുക. ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ച വേദഭാഗം അതാണ്. ഹല്ലേലൂയ. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ഈ ധൂപത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ആരെന്ന് അറിയാതെ, കാരണം അകത്ത് വേറെ ആരുമില്ല. ഈ സെക്കരിയാവ് അകത്ത് പ്രവേശിക്കുക, എന്നാൽ അകത്ത് ഒരുവൻ നിൽക്കുകയാ. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഭയം തോന്നി. എന്നാൽ പറയാ സെക്കരിയാവേ നീ ഭയപ്പെടേണ്ട. അല്ലേലു ദൂതൻ അവനോട് പറഞ്ഞു സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ ഈ 5-ാമത്തെ പകൽക്കാല ദൈവാത്മാവ് എല്ലാ കുടുംബങ്ങളെ നോക്കി പറയുകയാ, നീ ആരോട് പറയാതെ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഉത്തരമായി. ഉത്തരം അരുളുമെന്നല്ല, ഉത്തരമാകുമെന്നല്ല, ഉത്തരം തരാമെന്നല്ല, ഉത്തരം നിന്നെ ഞാൻ തന്നു മാനിക്കുമെന്നല്ല പറഞ്ഞ ഉത്തരമായി. അതിന് മറുപടി കിട്ടി എന്ന അർത്ഥം. അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റ് മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകുന്നതിന് മുന്നേ എന്റെ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. സ്തോത്രം 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 പറഞ്ഞ ആരെഴുന്നേൽക്കുമോ അസാധാരണമായ ചില കാഴ്ച നീ കാണാൻ പോകുകയാ. ലീബ റകൽക്കല മുടങ്ങിക്കിടക്കുന്ന ചില നന്മകള് ഇനി വരത്തില്ല, ഇനി ലഭിക്കത്തില്ല. അസ്തമിച്ച് കിടക്കുന്ന ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുന്ന ഇടത്ത് നിന്ന് ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. ഉത്തരമായി നീ പ്രാർത്ഥിച്ചിട്ട് മറന്ന വിഷയങ്ങള് ഇനി പ്രാർത്ഥിച്ച് ഇനി എപ്പോഴെങ്കിലും നടക്കുമ്പോൾ നടക്കട്ടെ എന്ന് പറഞ്ഞ മടുപ്പ് തോന്നി മാറ്റിയിട്ട വിഷയത്തിനകത്ത് ദൈവാത്മാവ് പറയുക നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സാം ജോൺ മാത്യു ദാസനോട് ആത്മാവിൽ ആലോചന കൈമാറുകയാ. അന്തരഘടകശ്യ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അടകാ ലബാ ലഗൽക്കന വൈഡമനക ദീർഘനാളുകളായ അടകാറകൾ ഏകാന്തതയുടെ അനുഭവത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൈവാത്മാവ് പറയുക അതിന് മറുപടിയായ അടകാറകൾക്ക് ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ ഒരു മെയിൻ കണ്ണിയാക്കി, ഒരു ചങ്ങലയുടെ മെയിൻ കണ്ണിയായി മാറുന്നത് പോലെ ദൈവാത്മാവ് ചില സഹോദര വൃന്ദങ്ങളുടെ നടുവില് ഉടകവനാറുകൾക്കല്ല ചില സഹോദരന്മാർ ഒരുമിച്ചിരിക്കുന്ന ഇടത്ത് നിന്നെ ദൈവം ഒരു പത്രോസിനെ
എഴുന്നേൽപ്പിച്ചതുപോലെ അച്ഛം ബലം പ്രൗഢേ രകൽക്കല എനിക്കറിയത്തില്ല ദൈവാത്മാവ് നിയോഗം നൽകുക പത്രോസ് 3000 പേരുടെ നടുവിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 3000 പേർ സഭയോട് ചേർന്നതുപോലെ അതുപോലെ നവശമന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുക അടകം പ്രൗഢരകൽക്കല പഴയ നിയമ ഭാഗങ്ങളെ എടുത്തുകൊണ്ട് റകൽക്കല പത്രോസ് എഴുന്നേറ്റ് നിന്ന് എന്ത് യോഗ്യതയുണ്ട് റകൽക്കല എന്ത് വിദ്യാഭ്യാസമുണ്ട് എന്നാൽ ഒന്നുമില്ലാത്തവനെ എന്തെങ്കിലും ആക്കിയ ആത്മാവിന്റെ നിറവുണ്ടല്ലോ റകൽക്കല ദൈവാത്മാ പറയുക ചില കൂട്ടത്തിനകത്ത് പത്രോസിനെ പോലെ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച കാലൂന്നി നിന്ന് അവരോട് ഉടകടവ ശവന സുവിശേഷിക്കുവാൻ തക്കവണ്ണ നിന്റെ നാവിനെ ഞാൻ അധികാരപ്പെടുത്താൻ പോകുക ഊക്ഷമാരകൾക്കല്ല ഈ 2026 മകനെ നിന്റെ വളർച്ചാ കാലഘട്ടമാ എന്തിനാ ഭൗതികത്തിലല്ല ആത്മീയ ലെവലില് അടകമന അകരഘടക ശമ്മനെ റികൽക്കല കഴിവുണ്ട് മിടുക്കുണ്ട് സാമർഥ്യമുണ്ട് പക്ഷേ ഇന്ന് അടകാറുകൾക്ക് ഒതുങ്ങിപ്പൊക്കൊണ്ടിരിക്കുക അടകം പ്രൗഢരഘടക ശബ്ദറുകൾക്ക് ദൈവാത്മാവ് പറയുക പുറന്തോട് പൊട്ടിനി പുറത്തു വരണം അടകാറുകൾക്ക് നാവിൽ അധികാരമുണ്ട് ഔഷേ രഗമന ഘടകസ്യ റവൽക്കല വൈഡം എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മൗനതയായി പോയ അനുഭവങ്ങള് ദൈവാത്മാവ് പറയുക അഭിഷേകത്തിന്റെ തലം വീണപ്പോൾ പ്രൗഢേ റകൽക്കന വൈഡവന ഘടകസ്യ ഹംദൽ പ്രൗഢവ റകൽക്കല പത്രോസ് കുതിച്ചെഴുന്നേറ്റതുപോലെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോ നീ എഴുന്നേറ്റ് നിൽക്കാൻ പോകുകയാ ചില വേദികളില് ദൈവം നിന്നെ കൊണ്ട് നിർത്താൻ പോകുകയാ റമന റകൽക്കല വല ശബാലകൽക്കല പത്രോസ് കൂടിയിരുന്നവരുടെ നടുവിൽ അല്ലേ വചനം പറഞ്ഞു തുടങ്ങിയ എന്നാൽ പിന്നത്തെ പത്രോസ് ഓടി നടന്നതുപോലെ റബൽക്കന വൈഡവ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ചില വേദികൾ പങ്കിടുക അമ്പൽക്കല വലിയ അഭിഷിക്തന്മാർക്ക് പോലും കഴിയാത്ത റബൽക്കല മേഖലകളിലേക്ക് ഞാൻ നിന്നെ കരം പിടിച്ചുയർത്തും ആ പശ്ചാത്തലത്തിലാണ് നിന്റെ വളർച്ചയായിരുന്നു ജൂഡാബാബ ശവാറകൽക്കല വൈഡവ വൈഡാറകൽക്കല എന്നാൽ പലതും കൊണ്ട് അടകാറകൽക്കല വൈഷമന വലിയൊരു വിളിയ ജീവിതത്തിന് മുമ്പിൽ കിടക്കുന്നത് ദൈവാത്മാവ് പറയും നല്ല വലിയൊരു വിളി ഉടകബനകൾ ആ വിളി മറുതലിച്ചു പോകാതെ റകൽക്കല വൈഡവ ഈ ദിവസങ്ങൾ സമർപ്പണത്തോടെ മുമ്പോട്ട് വരുമെങ്കിൽ ഒരു പത്രോസിനെ ഒന്നുമില്ലാതെ കിടന്ന പത്രോസിനെ മാനിച്ചവനായ എന്റെ കര ദാസനെ നിന്നെ മാനിച്ച് മേൽത്തരമായ അനുഭവങ്ങൾ നൽകി മാനിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു ക്ഷമാറകൽക്കല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയുക ദൈവമേ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കരഞ്ഞത് യേശുപ്പ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചത് ബെനഡിക്ട് മാത്യു എന്ന് പറഞ്ഞ ഞങ്ങളോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ ഉത്തരമായി ശബാറവ ദീപാറകൽക്കല ഉത്തരം കിട്ടുമെന്നല്ല പിന്നത്തേതിൽ പ്രവർത്തിക്കുമെന്നല്ല ഉത്തരമായി ശബല അറികൾ വിശ്വാസത്തോടെ എഴുന്നേൽക്കണം ഇന്ന് ദാസനെ ആ ഇരിപ്പടമിട്ട് എഴുന്നേൽക്കുമ്പോ വിശ്വാസത്തോടെ എഴുന്നേൽക്കണം ഇത്രയും നാൾ കരഞ്ഞത് ആരോടും പറയുവാൻ കഴിയാതെ വേണ്ട നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി നീ കരഞ്ഞത് വൈഡവ ഉത്തരമായി അത് കർണവടങ്ങളിൽ കേൾക്കുവാൻ ദൈവ ദിവസങ്ങൾ ഭാഗ്യം തരും റബൽക്കല വൈഡ അതൊരു ഫോൺ സന്ദേശമായി നിന്റെ ഭവനത്തിനകത്ത് മുഴങ്ങും റബൽക്കല വൈഡവ റബൽക്കല നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവം ഫെബ്രുവരി മാസം നിന്റെ ഭവനത്തിന്റെ അവസ്ഥ സ്ഥിതിഗതികളെ മാറ്റി റകൽക്കല മുമ്പോട്ടുള്ള റകൽക്കല പുതിയ ചില മേഖലകൾ തുറക്കുമെന്ന ആത്മാവിൽ ആലോചന കൈമാറുന്നു ആ റഗമ സിയാലബൽക്കന അധരാജകൽക്കന അധുരഘടക ശമാറകൽക്കന അദ്ദൽ പ്രൗഢ വനഗത്യാലവ റീബാ റബൽക്കന വൈഡവനകഷ്യ അധുരാ റബനഘടകം പ്രൗഢേ റകൽക്കല വൈഡേ റബൽക്കന വൈഡവ റബൽക്കന അഡഗമന ശബന റകൽക്കന വൈഡവ റംബോ റബനം പ്രൗഢേ റകൽക്കന വൈഡാ റകൽക്കല ഇന്ന് പകൽക്കാല ദൈവാത്മാവ് നമ്മോട് വ്യക്തമായി കൈമാറുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്മിത ബിനു എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി റകൽക്കല വൈഡവന രഹസ്യ റകൽക്കല വൈഡവ നാളുകളായും പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരിക്കുന്ന ചില വിഷയങ്ങളെ നോക്കി ദൈവാത്മാവ് പറയാ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഷീജ മനോജ് അടാറവനം പ്രൗഢരേ റകൽക്കന വൈഡവനകസ്യ എന്താകും എങ്ങനെയായി തീരുമെന്ന് ജീവിതത്തിന്റെ അകത്തളങ്ങളില് വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമേ എന്റെ അവസ്ഥ എങ്ങനെയായി തീരുമെന്ന് എന്നാൽ ദൈവാത്മാവ് ദാസിയോട് ആലോചന കൈമാറുന്നു മകളെ നിനക്ക് വേണ്ടി സ്വർഗം ചില അറിയാത്തതും മേൽത്തരമായ ശോഭ
ശോഭനമായ വഴികൾ ഈ ദിവസങ്ങൾ തുറന്നു തന്ന് അതിലൂടെയുള്ള നന്മകൾ അനുഭവിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഷമാറകൽക്കന അഡഗമന റീബൽ പ്രൗഡ റബൽക്കന വൈഡവനഗസ്യ റീഗ റഗൽക്കല വൈഡവനഗസ്യ ഫേബ സമനീഷ് വൈഡവ റഗൽക്കന വൈഡം പ്രൗഡര റഗൽക്കല റബാരകൽക്കല അടാറകൽക്കല. മറഞ്ഞിരിക്കേണ്ടവളല്ല, ഈ ദിവസങ്ങൾ മറന്നീക്കി അടക പത്മോസിന്റെ ഏകാന്തതയില യോഹനാനോട് അടകാറകൽക്കല മറനീക്കി സംസാരിച്ചതുപോലെ അടകാറകൽക്കൽ ഈ ദിവസങ്ങളില ചില മറകളെ നീക്കി ദൈവാത്മാവ് ഹൃദ്യമായി ഇടപെടാൻ പോകുകയാ. അഡാറമാ റബൽക്കന വൈഡവനഗസ്യ ഏകാന്തതയില ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയില യോഹന്നാൻ ഒറ്റയ്ക്കായിരുന്നില്ല, അവിടെയും ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത് പോലെ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ അകത്തളങ്ങളിൽ മകളെ നീ ഒറ്റയ്ക്കല്ല, നിന്നോടൊപ്പം കരം പിടിക്കുവാൻ ദൈവ സാന്നിധ്യം ഉണ്ട്. ആകയാൽ ദിവസങ്ങൾ ഉറച്ചു നിൽക്ക. അടകാറകൽക്കല നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ യഹോവയുടെ കരം സമീപേ ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഷൈനി ജോർജ് ഉടാറവല വൈഡം പ്രൗഢവ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അടാറവന ദീപാറ നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ലേമ ക്ഷമ റഗൽക്കല വൈഡമനഗസ്യ ഈ ദിവസങ്ങളില് മറുപടി ഉണ്ട് അല്ലെങ്കിൽ എന്ന് വിചാരിച്ച വിഷയത്തിന് എവിടെയൊക്കെയോ ചില തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ. അടഗമന ഘടക ശംദേറുകൽക്കല വൈഡമ അടാറകൽക്കല മകളെ ആരോട് പറയുവാൻ കഴിയാതെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ വിങ്ങിപ്പൊട്ടുന്ന ചില വേദനിക്കുന്ന ഈ അനുഭവങ്ങൾ. ജൂഡാബാബ ശബനഘടകസ്യ ഓടിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചാൽ എങ്ങോട്ട് ഓടാനാ? അടക റബൽക്കന വൈഷവ ആ ഒരു അനുഭവം പോലെ ആരോടും പറയുവാൻ കഴിയാതെ ഹൃദയത്തിന്റെ അകത്തളങ്ങളില് ചൂട് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തെ നോക്കി ദൈവാത്മാവ് പറയുകയാ, അന്തേ റഗൽക്കല നീ തനിയെ അല്ല. അടക റബനഘടകസ്യ റമോ റബൽക്കന ഒരു ഹന്ന പ്രാർത്ഥിച്ചതിന്റെ മറുപടി ലഭിച്ചതുപോലെ ഈ നാളുകളില് മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഹന്ന കരഞ്ഞപ്പോൾ പുരോഹിതൻ പോലും അവളുടെ വേദന എന്തെന്ന് മനസ്സിലാക്കിയില്ല. അതുപോലെ നീ കരയുന്നത് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഉടകവ റഗൽക്കല വൈഡവ ഓ ആവശ്യമില്ലാത്ത കാര്യത്തിനാ നീ ഇപ്പോ വില കൊടുക്കുന്നത് എന്ന് പലരും പറഞ്ഞു നിന്നെ പരിഹസിച്ച് മാറി നിൽക്കുമ്പോ ദൈവാത്മാവ് പറയുന്നു അടാറബാരകൽക്കന വഴി നിന്റെ പ്രാർത്ഥന കുറയരുത്, നിന്റെ ആരാധന കുറയരുത്. നീ നിൽക്കുക, നിനക്ക് വേണ്ടി സ്വർഗം ചില അറിയാത്തത് മേൽത്തരമായ വഴികൾ നൽകി മാനിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഇതിനകത്ത് ദൈവാത്മാവ് അല്ലെങ്കിൽ അതിശയകരമായ മറുപടികൾ നൽകാൻ പോയ ഊടാവ റഗൽക്കന വൈഡമന ഘടകശ്യ അന്തോണിയ അതിരിങ്കൽ അടകാ റബൽക്കന വൈഡവന റഗൽക്കല ദാസനോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അർക്കേ വന റഗൽക്കന വൈഡവ റഗൽക്കല വൈഷവ റഗൽക്കന വൈഡവ ഊറ കമാ റഗൽക്കന വൈഷേ റഗൽക്കല. കഴിഞ്ഞ നാളുകള അടകാ റഗൽക്കല വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ ദൈവ അടകാ റഗൽക്കല വൈഷവ ജീവിതത്തിന് മുമ്പിൽ ഭാഗ്യം നൽകാൻ പോകുകയാ. അടകാ റഗൽക്കല വൈഡവ ചെയ്യാത്ത കാര്യങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിച്ചവരുടെ നടുവില അടകാ റഗൽക്കല മാനസികമായി ഒത്തിരി വേദനിപ്പിച്ചവരുടെ നടുവില സ്വർഗം ചില വഴികളും വാതിലുകള് അടകാ തുറന്നു തന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിനെ ദൈവ ശക്തീകരിക്കുമെന്ന ആത്മാവിൽ ആലോചന കൈമാറുന്നു. ലേമ ശബന അതരഘടകസ്യ ചില ശൂന്യമായി കിടക്കുന്ന ഈ അനുഭവം പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, എന്നാൽ അകത്തളങ്ങൾ ശൂന്യതയാ. ദൈവാത്മാവ് പറയാ ശൂന്യതയുടെ നടുവില അടകാ റഗൽക്കല എന്റെ പ്രവൃത്തിയുടെ കരം ഇറങ്ങാൻ പോകുകയാ. ഊടാ ബാമ റബൽക്കല 2024 ജീവിതത്തിന് അകത്തളങ്ങൾ ലഭിക്കുമെന്ന് പ്രാർത്ഥിച്ച് വിശ്വസിച്ചിരുന്ന വിഷയത്തിനകത്ത് മറുപടി ഇന്ന് പെൻഡിങ്. ദൈവാത്മാവ് പറയുന്ന ആ വിഷയത്തിന് നടുവില എന്റെ കരം ചലിച്ച് അത്ഭുതകരമേറിയ മറുപടികൾ നൽകി മാനിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്ന റീബ ലഗാ ലഗൽക്കന വൈഷമനഗസ്യ പന്തൽക്കന വൈഡവ. അല്ലെങ്കിൽ വിതയ്ക്കുന്നുണ്ടെങ്കിൽ കൊയ്ത്ത് കാണുവാൻ കഴിയാത്തൊരു അനുഭവം. എന്നാൽ ദൈവാത്മാവ് പറയുന്നു ഇന്ന് പകൽക്കാല അടക തല ഉയർത്തി നോക്കുക. അന്തൽക്കന വൈഡമന ഒരു കൊയ്ത്തിന്റെ മേഖലയിലേക്ക് ദൈവാത്മാവ് കരം ാൻ പോകുകയാ. ഈ 2026 വൈഡ പ്രൗഢരഘടകസ്യ ലബേലകൽക്കന വൈഡമനാസ്യ ഫെബ്രുവരി മാസം അവസാന ആഴ്ചയില അടകാറുകൾ കഴിഞ്ഞ നാളുകൾ വിതച്ചതിന് ഒരു കൊയ്ത്തെന്ന വണ്ണ അടക ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി സ്വർഗം കരത്തലങ്ങൾ നൽകി മാനിച്ച ദേശത്തിന് നടുവിൽ ഉയർത്തുമെന്ന ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഷെബേരകന അടകാറപനം പ്രൗഢരാജകൽക്കല വൈഡ പ്രൗഢരേ രകൽക്കന രഹസ്യാറവ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്ന എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി
ദൈവമേ എന്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി അയച്ചതിനായി സ്തോത്രം. ജൂഡ പ്രൗഢവനകട ഈ ഉപവാസവും പ്രാർത്ഥനയും ഒന്നും വൃതാവല്ല. ശബല ഹദരഘടക ശബ്ദലെ റകൽക്കന വൈഡമ റഗന്തിയ റകൽക്കല അടക റകൽക്കല. ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നില്ലേ, ഒത്തിരി ദൈവശബ്ദം കേൾക്കുന്നില്ലേ, എന്തുകൊണ്ട് എന്റെ വിഷയത്തിന് മറുപടി നടക്കുന്നില്ല എന്ന ഭാരത്തോടെ ആയിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, റീബ റകൽക്കല ഡാനിയൽ ഷോ അടക റകൽക്കല വൈഡം പ്രൗഢവ ദാസനെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. റാമസ്യ റകൽക്കല വൈഡവ. തകർച്ചകളെ പണിയുന്നവനായ ദൈവ ഈ ദിവസങ്ങൾ തകർന്നു കിടക്കുന്ന ചിലതിനെ പണിതെടുക്കാൻ പോകുകയാ. അടക റബൽക്കന വൈഷേ റവനം പ്രൗഢര ജഗൽക്കല വൈഡമന സ്യാരവ. ദൈവം സമയത്തോ അസമയത്തോ അല്ല പ്രവർത്തിക്കുന്ന, തക്ക സമയത്ത് രാമശമന അതരഘടകസ്യ റമാറകൽക്കല. സമയം കഴിഞ്ഞുമല്ല അതിനു മുന്നേയുമല്ല, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കര കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വല്ലാതെ ഈ ദിവസങ്ങൾ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വിഷയം ദൈവാത്മാവ് കാണിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന ആ വിഷയത്തിന്റെ നടുവില് സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുന്നേ അടാ റബലഘടക ശബ്ദനെ റികൽക്കല ആ വിഷയങ്ങൾക്ക് പരിസമാപ്തി കഴിഞ്ഞു എന്ന ആത്മാവിൽ ആലോചന കൈമാറി വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ദൈവപ്രവൃത്തി ഭവനത്തിനകത്ത് തളങ്ങളിൽ ഉണ്ടെന്ന ആത്മാവിൽ ആലോചന കൈമാറുന്നു. എന്റെ പ്രാർത്ഥന ആവശ്യത്തിന് മറുപടിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്രിയാവിനോട് പറയുക, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് വേണ്ടി ധൂപം കാട്ടുക. നീ ഇതിനകത്തേക്ക് പ്രവേശിച്ചു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനസമൂഹം പുറത്ത്, ഹല്ലേലൂയ, അകത്ത് വേറെ ആരുമില്ല. അല്ല, എന്നാൽ ദൂതനെ ഇറക്കി അതിനകത്ത് നിന്ന് ദൂതൻ അവനോട് സംസാരിക്കുകയോ, സക്രിയാവിനോട് സംസാരിക്കുക, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ. പലരും നമ്മളെ നോക്കുമ്പോ ഒന്നിനൊരു കുറവില്ല, എല്ലാം ഉണ്ട്. എന്നാൽ അകത്തളങ്ങൾ നാം അനുഭവിക്കുന്ന ശൂന്യതകളെ നോക്കി, പ്രാർത്ഥനാ വിഷയങ്ങളെ നോക്കി ആരും കണ്ടില്ല എങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരിക. ജെസ്സി ഷൈജോ ദൈവാത്മാവ് പറയാ, സ്വർഗത്തിലെ ദൈവം മകളെ നിനക്ക് കാര്യം സാധിപ്പിച്ചു തരിക. അടകം പ്രൗഢബലഘടകഷിയ. ഈ ദിവസങ്ങൾ എന്തിനാ ഭാരപ്പെട്ടു പോകുന്നത്? അടകം പ്രൗഢേ രവൽക്കന വൈഡവനക ശബ്ദേ റികൽക്കല വൈഡവ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന നിലവാരത്തിൽ ചില ദൈവ പ്രവർത്തികൾ ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ജൂലിയ റോസ് അടക റബനഘടകഷിയ അന്തൽക്കന വൈഡവ ദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഉടാബവ റവൽക്കല വൈഡവ. നാളുകളായി ദൈവമേ മറുപടി ഇപ്പൊ വെളിപ്പെടുമെന്ന പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആയിരിക്കുന്നു. എന്നാൽ വിശ്വാസത്തിൽ തളർന്നു പോകരുത്. അടക റകൽക്കല വൈഡവ. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വിശ്വാസത്തിന്റെ പരിശോധനകളെല്ലാം നിന്നെ സ്ഥിരപ്പെടുത്തി മുമ്പോട്ട് നയിക്കുവാൻ വേണ്ടിയ അടക റകൽക്കല വൈഡവന ഘടകസ്യ കാൽ നല്ലൊരു വഴിവഴുപ്പിൽ നിൽക്കുന്ന അനുഭവ. അടകമ ഋകൽക്കനെ റവസ്യാറവ. ഇടറി വീഴുമോ എന്ന് നീ ഭാരപ്പെടുന്നു. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ വലങ്കരത്തിന് പിടിച്ച രാഷ്ട്രീയ നിന്നെ ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച മാന്യതകളും ശ്രേഷ്ഠതകളും നൽകുക. എന്നാൽ ഈ ദിവസങ്ങളിൽ നിന്റെ ഭവനം ഒരു പ്രാർത്ഥനാ ഭവനമായി നീ വേർതിരിക്കുക. അടക റകൽക്കല വൈഡവനകസ്യ. നിന്നിൽ ശുശ്രൂഷയുണ്ട്. അന്തേ റവനം പ്രൗഢരഘടക ശതുരേ റകൽക്കല വൈഡവനകസ്യ റബാനകൽക്കല. പ്രാർത്ഥന നിന്റെ ഭവനത്തിനകത്തളങ്ങളിൽ നിന്ന് ഊറാവ ഒരു ധൂപമായി മുകളിലേക്ക് ഉയരുമ്പോ ഞാനതിൽ പ്രസാദിച്ച് നിനക്ക് വേണ്ടി ഉള്ളത് അടക റവൽക്കല നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നൽകുക. അടക റവനഘടക ശബ്ദരെ റകൽക്കല. പ്രതീക്ഷിക്കാത്ത മാന്യതകളും ശ്രേഷ്ഠതകളും അടക റകൽക്കല വൈഡവ. ഇതുവരെ മറുപടി ലഭിക്കാത്ത വിഷയങ്ങൾക്ക് നടുവില് എന്റെ കരം വെളിപ്പെടുമെന്ന ആത്മാവിൽ ആലോചന കൈമാറുന്ന ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവവചനം കേൾപ്പാൻ ഇടയായി തീർന്ന സക്രിയാവിനോട് പറഞ്ഞതുപോലെ, ദൈവമേ, ഞാനങ്ങ് വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ ഈ അടുത്താമത്തെ പകൽക്കാല ദൈവമേ, ഞങ്ങളെ കർത്താവ് വിയോഗം തന്ന ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുമാറാകണമേ. പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ഉപവസിക്കുവാൻ ചില വിഷയങ്ങളെ സ്വന്തം വിഷയം പോലെ ഏറ്റെടുത്ത് കരയുക. നാളുകളായി നടക്കാതിരിക്കുന്ന വിഷയങ്ങളുടെ അകത്തളങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗം ചലിക്കുന്ന പകൽക്കാലമാക്കുന്നത്.
ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബിനോയ് ബ്രദറിനോട് ആത്മാവിൽ ആലോചന കൈമാറുന്ന അടുത്ത ഒരു തലത്തിലേക്ക് കാൽവെക്കുക ആത്മാവ് നിയോഗം നൽകുക. ശാലസ്യാലവ ദൂരവാറവൽക്കല ഹന്തരഘടകശാരവ അന്തർക്കന റബൽക്കല. ദാസനെ, നീ നിൽക്കുന്ന ഇടത്ത് മാത്രമല്ല, അടക റബൽക്കല അവിടെ നിന്ന് യാത്ര ചെയ്ത അടകം പ്രൗഢേ റഗൽക്കല വൈശവ റഗാ നെഗൽക്കല ഒരു ശുശ്രൂഷയുടെ വഴി ദൈവം തുറന്നു നൽകും ായിട്ട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അന്തേ റബലഘടകശില അന്ത റബൽക്കല വൈഷവ. ഇപ്പോൾ തന്നെ ഒത്തിരി തിരക്കേറിയ സാഹചര്യമാ അന്തേ റബൽക്കല വൈഷവ. എന്നാൽ ദൈവാത്മാവ് പറയും, ഇനിയും അല്പ കൂടെ നീ തിരക്കിലേക്ക് പോകാൻ പോകുകയാ. അസ്ഥീരവാരവ ശാരവൽക്കലാരവ അന്തൽക്കന വൈഡവനകസ്യ. ഈന്തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് നിനക്ക് യാത്രയുണ്ട്. അക്ഷാരവന ഘടകാറകൽക്കല വൈഡാറകൽക്കല. വിശുദ്ധാത്മാവ് പറയുക, മകനെ, നീ ഹല്ലേലൂയ ഈന്തപ്പനകളുടെ ഇടയിൽ നിന്ന് അടകാ റഗൽക്കല വൈഷാ റഗൽക്കല വൈഡവ സന്തോഷിക്കുന്ന നിലവാരത്തില ദൈവാത്മാവ് ചില രാജ്യങ്ങളിലേക്കുള്ള വഴികൾ ദൈവം തുറക്കുകയാ. അന്ത പ്രൗഢേ റവൽ കനാറവലഘടകശിയ അധുര ജഗൽക്കല വൈഡ പ്രൗഢവസ്യാരവ റഗൽക്കല വൈഡവ ഹന്ത ജൂഡ റവാ ലഗൽക്കല വൈഡവലകസ്യാരവ. നിന്നെ എതിരെ കയറി വരുന്ന അന്തേ റഗൽക്കല. ദാവീദിന്റെ ജീവിതത്തിനകത്ത് കയറി വന്ന സിംഹത്തെ കരടിയെ കീറിക്കളഞ്ഞതുപോലെ അന്ത കനാറവലവ ശത്രുവായവ തകർത്ത് കളയുവാൻ കയറി വരുന്ന മേഖലകളെ ആത്മാവ് കീറുവാൻ ദൈവാത്മാവ് നിയോഗം നൽകാൻ പോകുകയാ. പരിശുദ്ധാത്മ വ്യക്തമായ ആലോചന കൈമാറുന്നു. അസ്നെ വനാന്തരങ്ങളിൽ ഇരുന്ന അല്ലെങ്കിൽ ദാവീദിനെ ആര് കണ്ടില്ല എന്ന തക്ക സമയത്ത് തൈലക്കൊമ്പുമായ അല്ലേലിയ അഭിഷേകം ചെയ്യുക പ്രവാചകൻ അവിടെ എത്തിയപ്പോ അല്ലെങ്കിൽ പലരെയും നിരത്തി നിർത്തി അവരെ ആരെയുമല്ല ഹല്ലേലൂയ വനാന്തരങ്ങളിൽ ഇരുന്നവരെ പുറത്തു കൊണ്ടുവന്നതുപോലെ ആത്മാവി ദിവസങ്ങളില് നിന്നെ അഭിഷേകം ചെയ്യുവാൻ ഒരുക്കമായി നിൽക്കുകയാ. ഉറാബാബ പലരും മുമ്പിൽ നിൽപ്പുണ്ട്, എന്നാൽ അവരെ ഒന്നുമല്ല ദൈവാത്മാവ് നിന്നെയാ ഉഷാരവദാസിനെ നിന്നെയാ ഈ ദിവസങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദീപ പ്രൗഢവരഘടകസ്യ അജാരകൽക്കലവൈടവ. പരിശുദ്ധാത്മ വ്യക്തമായ ദാസനോട് ആലോചന കൈമാറിക്കൊണ്ടിരിക്കുക. അന്തരഘടകസ്യ വനാന്തരങ്ങൾ ഇരിക്കേണ്ടവൻ അല്ല ഇനി. ദാവീദ് സിംഹാസനത്തിൽ വരുവാൻ ദൈവം നിശ്ചയിച്ചതാണെങ്കിൽ മകനെ ഈ ദിവസങ്ങളിൽ വനാന്തരങ്ങളിൽ ഇരുന്ന് കൃപ പ്രാപിച്ചത് മതി. ഇനി നീ അവിടെ നിന്ന് എഴുന്നേക്ക. നിന്റെ മേലൊരു അഭിഷേകം പകർന്ന അന്തൽ കനാറവലക്കര പലർക്കും ചെയ്യുവാൻ കഴിയാത്തത് നിന്നിലൂടെ ചെയ്തെടുപ്പിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. റീബ ഹദ്ദരഘടകശ്യ. ഈ ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു പ്രത്യേക നിയോഗം ഏറ്റെടുക്കുക. നിന്നിലൂടെ ഒരു വലിയ ദൈവ പ്രവൃത്തി രാജ്യങ്ങളിലേക്ക് ഉണ്ടെന്ന് ആത്മാവിൽ ആലോചനയായി മാറുന്നു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കരയുന്ന ചിലരുണ്ട്. ശവാഹബലഗതൻ ദീപാറകൽക്കല വൈഡവനകസ്യ അദ്ദേരവനം പ്രൗഢാറകൽക്കല വൈഡവനകസ്യ. ആത്മാവിന്റെ നിയോഗം ഏറ്റെടുത്തോ, ആത്മാവിന്റെ നിയോഗം ഏറ്റെടുത്തോ. ദീപാറകൽക്കല ഉടക റബൽക്കലാറവ പന്തൽക്കല വൈഷവ. അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. അടകാർകൽക്കല വൈഡവ. നീ ബാലൻ എന്ന് പറയരുത്. ഇരമ്യാവിനോട് പറയുന്ന പോലെ ഞാൻ ജാതികൾക്ക് പ്രവാചകനായ അടക ഹല്ലേലൂയ മുൻ നിർണയിച്ചതുപോലെ അറകമനഘടകസ്യ റബനാറകൽക്കല. ഈ ദിവസങ്ങളിൽ അനേർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നിന്നെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്. അടകാറകൽക്കല നിയോഗം ഏറ്റെടുത്ത കുടുംബമായി റാമാസ്യ റബൽക്കല വൈഡവനകസ്യ അദ്ദൽക്കന വൈഡവനകസ്യ അദാറകൾക്ക് നിന്റെ ഭവനത്തിനകത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അടകാ റവൽക്കല വൈഷമനഘടകസ്യ അന്തൽക്കന വൈഡവരകസ്യ. ദാസനെ നിന്റെ പിൻതാങ് അടകാ റകൽക്കല ആ സഹോദരിയെ അമ്മനാറകൽക്കന വൈഷമനകസ്യ റവലഘടകസ്യ ലഭിക്കുന്ന സമയങ്ങള് അല്ലെങ്കിൽ കണ്ണുനീരോടെ അടകാറുകൾ ശുശ്രൂഷയ്ക്ക് ഒത്തിരി ഹല്ലേലൂയ റവനഘടകസ്യ റകൽക്കല കൈത്താങ്ങ് തരുന്നൊരു വ്യക്തിയാ. അടകാറകൽക്കല ആ മകളുടെ കണ്ണുനീര നിന്റെ ഭവനത്തിനകത്ത് നിൽക്കുമ്പോ ദാസനെ നിനക്ക് ഹല്ലേലൂയ സ്വൈര്യമായിരിക്കുവാൻ കഴിയത്തില്ല. നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അമ്പപ്രൗഢവ വികാരകൽക്കല. ആദ്യം നീ ഒറ്റയ്ക്കായിരിക്കാം, പിന്നെ നിങ്ങൾ കുടുംബമായി നിന്നുകൊണ്ട് അടകാ രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ച
അടകാ റവൽക്കന വൈഡവ ഊടാക്കമാറകൽക്കനവ. ഈ 2026 അവസാനിക്കുന്ന മുമ്പേ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ട 2027 മറ്റൊരു രാജ്യത്ത് നിലയുറപ്പിക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഞാൻ ക്രമീകരിച്ച് നൽകുമെന്ന ആത്മാവിൽ ആലോചന കൈമാറുന്ന ദേശത്ത് വൻകാര്യം ചെയ്യുകയോ അടകാറുകൾക്കല അസാധാരണമായ ദൈവകൃപ നൽകി ഗ്രാമങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് നിയോഗത്തോടെ ഞാൻ ദിവസങ്ങൾ അയക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവേ അങ്ങ് ഇടപെട്ട കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കുടുംബത്തിന്റെ അവസ്ഥകൾ കർത്താവേ, ദൈവം എല്ലാവരുടെ അവസ്ഥകൾ അറിയുന്നല്ലോ കർത്താവ്. ഈ ദിവസങ്ങൾ വൻകാര്യം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, സക്രിയ പുരോഹിതനോട് ദൂതൻ അരുളി ചെയ്തതുപോലെ ഭയപ്പെടേണ്ട, അതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് ഈ ദിവസങ്ങൾ ഞങ്ങൾ കരയുന്ന, ഞങ്ങൾ ഭാരപ്പെടുന്ന, ആരോട് ഷെയർ ചെയ്യുവാൻ കഴിയാതെ വേണം എങ്ങനെയായി തീരുമെന്ന് വിചാരിച്ചു നിൽക്കുന്നതായ വിഷയങ്ങളുടെ നടുവിൽ ഉത്തരമായ എന്റെ കർത്താവിന്റെ കരം ഇറക്കുമാറാകട്ടെ. നിങ്ങൾ അത് വിശ്വാസത്തിൽ പ്രഖ്യാപിച്ച് എഴുന്നേൽക്കുന്നു. ദൈവ പ്രവൃത്തി വെളിപ്പെടും. കർത്താവ് വൻകാര്യം ചെയ്യും. ഈ മീറ്റിംഗ് കർത്താവേ അല്ലെ ലീഡ് ചെയ്യുന്ന അഭിഷിക്തനെയും സഹായിക്കുമാറാകണമേ. ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രീപിനാന്റിയ കുടുംബമായി ദൈവം ഏൽപ്പിക്കുന്നു. അവർ തുടങ്ങിയ ആത്മീയ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും അത് മന്ദീഭവിച്ചു പോവാൻ ദൈവം അനുവദിക്കല്ല. നാൾക്കുനാൾ ബലപ്പെട്ട് വരുക. ഹല്ലേലൂയ. അനേകർ ഓടിക്കൂടുക, അനേക പുതിയ പുതിയ കുടുംബങ്ങൾ കടന്നു വരുക. ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടകമനഘടക ശബ്ദരേറുകൾ കല ദീപാറകൾ കല. ഹല്ലേലൂയ. ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി അടകാറകൾ കല കയറുന്നത് പോലെ ഒരു സ്ഥലം ദൈവം ക്രമീകരിച്ച തന്റെ മക്കളുടെ ജീവിതത്തിനകത്ത് നൽകി മാനിക്കാൻ പോകുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അറിയാത്തതും ശ്രേഷ്ഠകരമായ വഴികൾ വാതിലുകൾ സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഉപവാസ പ്രാർത്ഥനയിൽ അഭിഷിക്തമാരെയും അഭിഷിക്തകളെയും ദൈവ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ടിരിക്കും, അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം മാറ്റമില്ലാത്ത ദൈവവചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയുടെ ജീവിതത്തിൽ ഒരിക്കൽ വിലയേറിയ ഭാഗ്യത്തെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ബീനാന്റിയുള്ള അകമഴിഞ്ഞ സ്നേഹത്തെയും നന്ദിയെ അറിയിക്കുകയാണ്. വീണ്ടും അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കുക. സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓർക്കുമ്പോൾ ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇളയ കുഞ്ഞിന് ശാരീരികമായി ഇച്ചിരി കഫത്തിന്റെ ബുദ്ധിമുട്ടാലൊക്കെ ഭാരപ്പെടുന്നു. പരിപൂർണമായ വിടുതലും ആരോഗ്യവും ദൈവം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ചില വിഷയങ്ങൾ ദൈവത്തിന് ഞങ്ങൾ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ആയിരിക്കും ബീനാന്റിയോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിന്റെ നടുവിലൊക്കെ കർത്താവ് വൻകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വചനം അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന ആ വിശ്വാസത്തോടെ ഞാനുമായിരിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.